ഹരി ഓം ഹരി ഓം. നാരായണ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേऽത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ
നമസ്തേ പങ്കജാംഗ്രയേ പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. നാരായണ. കുറച്ച് ദിവസമായി നമ്മുടെ ഭാഗവത ജ്ഞാനഗംഗ ബ്രേക്കായിട്ട്. പക്ഷേ ഭാഗവത ജ്ഞാനഗംഗയ്ക്ക് പകരം ഭാഗവതം സപ്താഹമായിട്ട് രാവും പകലെന്ന് പറഞ്ഞ പോലെയുള്ള പെരുമഴയായിരുന്നു അല്ലേ? ജ്ഞാനഗംഗ ദിവസം 1-2 ചെറിയ ക്ലാസ്സുകളാണെങ്കിൽ സപ്താഹമാകുമ്പോഴോ രാവിലെ നേരത്തെ തുടങ്ങി വൈകുന്നേരം 6 മുതൽ 6:30 വരെ 7 വരെയൊക്കെ നീണ്ടതായിട്ടുള്ള ഭാഗവത പ്രവാഹം. അതെല്ലാവരും അതിലൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ആസ്വദിച്ചു. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബ്രേക്ക് വന്നതായിട്ട് തോന്നിയിട്ടില്ല അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ധർമ്മ സന്ദേശയാത്ര, അതിൻ്റെ സംഘടനാ രൂപീകരണങ്ങൾ, സംഘാടക സമിതി രൂപീകരണങ്ങൾ പല ഭാഗത്തായിട്ട്. പാലക്കാട് റവന്യൂ ജില്ലയെ 4 മേഖലകളായി തിരിച്ച് 4 ഭാഗത്ത് സംഘാടക സമിതികൾ രൂപീകരിക്കേണ്ടതുണ്ട്. അതിൽ 2 എണ്ണം കഴിഞ്ഞു. മണ്ണാർക്കാട് മേഖലയും കൊല്ലങ്കോട് മേഖലയും കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കഴിഞ്ഞു. ഇന്ന് ഒറ്റപ്പാലം മേഖലയാണ്. ഇന്ന് വൈകിട്ട് ഒറ്റപ്പാലത്താണ്. നാളെ പാലക്കാടാണ്. പാലക്കാടിൻ്റെ മേഖല കമ്മിറ്റി, മറ്റത് റവന്യൂ ജില്ലാ കമ്മിറ്റിയാണ് ആദ്യം ജൂൺ 27 തിരഞ്ഞെടുത്തതെങ്കിൽ പാലക്കാട് മേഖലയിൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ നാളെ വൈകുന്നേരം 5 മണിക്ക് പാലക്കാട് വടക്കന്തറ മൈതാനത്തോട് ചേർന്നുള്ള ക്ഷേത്രം ദേവസ്വം വക ഭഗവതി കല്യാണ മണ്ഡപത്തിൽ വെച്ച് വൈകുന്നേരം സംഘാടക സമിതി യോഗമുണ്ട്. പാലക്കാട്ടുകാരെല്ലാം അതിൽ വന്ന് പങ്കെടുക്കണം, മസ്റ്റ്. ഇന്ന് ഒറ്റപ്പാലം, ഷൊർണൂർ ആ ഭാഗത്തൊക്കെയുള്ള ആളുകൾക്കൊക്കെ വരാം. ചെർപ്പുളശ്ശേരി, ഒറ്റപ്പാലം, ഷൊർണൂർ, അമ്പലപ്പാറ, പട്ടാമ്പി, തൃത്താല, കൊപ്പം ആ ഏരിയയൊക്കെയാണ് ഒറ്റപ്പാലം മേഖല. കൂറ്റനാട് വരെയുള്ള ഏരിയ. പത്തിരിപ്പാലയ്ക്ക് അപ്പുറത്തേക്ക്. എല്ലാവരും ഇന്ന് ഒറ്റപ്പാലത്ത് വരുന്നവർ 6 മണിക്കാണ് വൈകിട്ട് വ്യാപാരി വ്യവസായി ഹാളെന്താണ് ഒറ്റപ്പാലത്ത്. അപ്പോൾ ഒറ്റപ്പാലത്തുകാരിന്ന് വൈകിട്ട് വരിക. പാലക്കാട്ടുകാർ കോങ്ങാട് വരെ, വാളയാറ് വരെ, മലമ്പുഴ, പാലക്കാട് നഗരം, പത്തിരിപ്പാല വരെ, കണ്ണാടി, മാത്തൂരൊക്കെ പാലക്കാടിൽ പെടും. അങ്ങനെയുള്ളവരൊക്കെ പാലക്കാട് വടക്കന്തറ ഭഗവതി കല്യാണ മണ്ഡപത്തിലേക്ക് നാളെ വൈകിട്ട് വരിക. എല്ലാവരും വരണം. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുകളാണ്. നാളത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 13-ാം തീയതി 15-ാം തീയതി 2
പ്രധാന മീറ്റിങ്ങുകൾ കൂടിയുണ്ട് പാലക്കാട്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തനം ആരംഭിക്കുകയായി. പിന്നെ ഓരോ പഞ്ചായത്തുകളിലും സമിതികൾ ഉണ്ടാക്കുക. അതാത് മേഖലക്കാരുടെ ചുമതലയാണ് പഞ്ചായത്തിൽ സമിതികൾ ഉണ്ടാക്കി പഞ്ചായത്ത് തോറും രാമായണ മാസക്കാലത്ത് നിരന്തരമായിട്ടുള്ള ജനസമ്പർക്കം, ജനങ്ങൾക്ക് ധർമ്മസന്ദേശം എത്തിക്കുന്നതോടൊപ്പം ഈ ഒരു യാത്രയുടെ വിജയത്തിനായിക്കൊണ്ട് എല്ലാവരും ഒന്നിക്കാനായിക്കൊണ്ടും എല്ലാവരെയും പ്രേരിപ്പിക്കുക. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കൊടുങ്കാറ്റ് പോലെ എല്ലാവരും പ്രവർത്തിക്കണം, ഇളക്കി മറിക്കണം. അതാണ് ഉദ്ദേശം. എല്ലാവരും തയ്യാറാവുക. നമ്മുടെ ധർമ്മത്തിൻ്റെ, നമ്മുടെ സനാതന ധർമ്മികളുടെ നിലനിൽപ്പിനായിക്കൊണ്ടാണ്. ഈ കേരളത്തിൽ നമ്മൾ ചവിട്ടി പുറത്താക്കപ്പെടാതിരിക്കാൻ പിടിച്ചു നിൽക്കേണ്ടതുണ്ട്. അതിനൊറ്റക്കെട്ടായാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഒറ്റക്കെട്ടായിക്കൊണ്ട് അവനവൻ്റെ ധർമ്മം അറിഞ്ഞുകൊണ്ട് ആചരിച്ചുകൊണ്ട് ആചാര്യന്മാരെ ബഹുമാനിച്ചുകൊണ്ട് ആചാര്യന്മാർ പറയുന്നതിനനുസരിച്ച് ജീവിതത്തെയും ഭൗതിക ജീവിതത്തെയും ആധ്യാത്മിക ജീവിതത്തെയും ക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു എന്താ പറയുക നവോത്ഥാനത്തിലേക്ക് നമുക്ക് വരാം. ഇതുവരെ വളരെ ചെറിയൊരു ന്യൂനപക്ഷം ആളുകൾ മാത്രമാണ് ആചാര്യന്മാരുമായിട്ട് സമ്പർക്കം പുലർത്തിയിരുന്നതും സത്സംഗങ്ങളിൽ പങ്കെടുത്തിരുന്നതും ആചാര്യന്മാർ പറയുന്ന ധർമ്മങ്ങളിൽ അല്പമെങ്കിലും ആചരിച്ചിരുന്നതും. ആ ഒരു അവസ്ഥ മാറണം. അത് മാറി ഹൈന്ദവ സമൂഹം അവനവനെ കുറിച്ചിട്ടുള്ള അഭിമാനമുള്ളവരായി സനാതനധർമ്മി എന്നുള്ള, അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവാണെന്ന് സധൈര്യം പറയാൻ, മതേതരത്വം എന്നുള്ള മയക്കുമരുന്ന് ഉപേക്ഷിച്ച് നമ്മളെ മയക്കിക്കിടത്തിരിക്കുകയാണ് ഈ മതേതരത്വം എന്ന വാക്കുപയോഗിച്ചുകൊണ്ട്. നമ്മളൊക്കെ അതിൽ പെട്ടുപോയിരിക്കുകയാണ്. മറ്റുള്ളവരൊക്കെ അവരുടെ മതം പറഞ്ഞ് കാര്യങ്ങൾ നേടുമ്പോൾ, അവരൊന്നിച്ചു നിൽക്കുമ്പോൾ ഹിന്ദുക്കളെ വിഭജിക്കാനുള്ള ഒരു പരിപാടിയാണ് ഈ മതേതരത്വം. അത് പറഞ്ഞ് നമ്മളെ ജാതികൾ പറഞ്ഞ് തമ്മിൽ തല്ലിക്കുക, ഓരോ ജാതികളാക്കി തിരിച്ച് ശിഥിലമാക്കുക, സവർണർ അവർണർ എന്നുള്ള ഭേദം വരുത്തി തമ്മിൽ അടുപ്പിക്കുക. ഇതൊക്കെയാണ് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അത് നടപ്പില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കണം. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, നിങ്ങൾ എന്ത് വിഷം കുത്തിവെച്ചാലും എന്ത് ബോംബിട്ടാലും ഞങ്ങൾ ഒന്നിച്ചു നിൽക്കും ആചാര്യന്മാരോടൊപ്പം എന്ന് ഹിന്ദു സമൂഹം പറയാറാവണം. അതുപോലെ ആചാരങ്ങളിലൊക്കെ ആ ഒരു നിഷ്ഠ ഉണ്ടാക്കിക്കൊണ്ടുവരണം. അതിനുള്ള പ്രയത്നമാണ് നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ പോകുന്നത്. എന്താ പറയുക, അല്പമെങ്കിലും വിജയിച്ചാൽ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഓരോരുത്തരും അല്പമെങ്കിലും ആചരിച്ചു തുടങ്ങിയാൽ അത് വലിയ ഭയങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കും. അപ്പോൾ അതിനെല്ലാവരും സഹകരിക്കണം. ഓരോരുത്തരുടെയും ശക്തിക്കനുസരിച്ച് കായേന വാച മനസ എല്ലാം കൊണ്ടും സഹകരിക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ തിരക്കിലാണ്. അതവിടെ നിൽക്കട്ടെ. 10-ാം തീയതി ഗുരുപൂർണിമയാണ്. എല്ലാ സനാതനധർമ്മികളും ഈ ഗുരുപൂർണിമ നല്ല രീതിയിൽ ആചരിക്കേണ്ടതാണ്, ആഘോഷിക്കേണ്ടതാണ്. ഏറ്റവും വിശേഷപ്പെട്ട ദിവസം നമുക്ക് സനാതനധർമ്മികൾക്ക് ഗുരുപൂർണിമയാണ്. അതിലേക്ക് നമുക്ക് കേരളീയർക്കും ചേർന്ന് പോകണം. വടക്കേന്ത്യയിലൊക്കെ ആ ഒരു ഗുരുപൂർണിമയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്. തെക്കേന്ത്യയിൽ ആശ്രമങ്ങളിലും മറ്റുമൊക്കെ മാത്രം, ആധ്യാത്മിക സാധകന്മാരുടെ ഇടയിലും മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുകയാണ് ഈ ഗുരുപൂർണിമ.
അത് മാറി അതൊരു സാർവജനീനമായിട്ടുള്ള ഒരു തലത്തിലേക്ക് നമുക്ക് ഇറക്കിക്കൊണ്ടുവരണം. എല്ലാ ഗൃഹങ്ങളിലും, എല്ലാ ക്ഷേത്രങ്ങളിലും, എല്ലാ സമൂഹത്തിലും ഈ ഗുരുപൂർണിമ ആഘോഷിക്കപ്പെടണം. അതിന് ഈ ധർമ്മ സന്ദേശയാത്ര ഒരു തുടക്കമാകട്ടെ. അടുത്ത ഗുരുപൂർണിമയാകുമ്പോഴേക്കും നമുക്ക് പരമാവധി ആളുകളിലേക്ക് ഈ ഗുരുപൂർണിമ ആ ഒരു സന്ദേശം എത്തിച്ച് എല്ലാ ഗൃഹങ്ങളിലും ആ ഗുരുപൂർണിമ ആഘോഷിക്കുന്ന രീതിയിലേക്കാക്കി മാറ്റണം. നിങ്ങളെല്ലാവരും മനസ്സിരുത്തുക, നിങ്ങളെല്ലാവരും മാതൃകകളാവുക, മറ്റുള്ളവർക്ക് പ്രേരണ കൊടുക്കുക. പരമാവധി ആളുകളെ സത്സംഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് എപ്പോഴും ശ്രമിക്കണം. നമ്മുടെ മാത്രം കാര്യം നോക്കിയാൽ പോരാ. ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ച എന്ന ഉപനിഷത്ത് വചനം എപ്പോഴും ഓർമ്മിക്കുക. അവനവൻ്റെ മോക്ഷം മാത്രമല്ല നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ സാധിക്കേണ്ടത്, ജഗത് ഹിതായ ച ലോകഹിതം കൂടി നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതും എപ്പോഴും ഈ മന്ത്രം എപ്പോഴും മനസ്സിലിരിക്കട്ടെ. ഉപനിഷത്ത് മന്ത്രമാണ് ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ച. ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ മോട്ടോ കൂടിയാണത്, അവരുടെ മുദ്രാവാക്യമാണ്. വിവേകാനന്ദ സ്വാമികൾ അതാണ് ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ മോട്ടോവായി നിർദ്ദേശിച്ചിരിക്കുന്നത്. അവരുടെ മുദ്രകളിലൊക്കെ കാണാം. ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ച. പറഞ്ഞ് ഉറപ്പിക്കൂ. ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ച. ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ ച. ഇതാണ് നമ്മുടെ ധർമ്മം, സനാതന ധർമ്മം. അപ്പം സ്വന്തം സ്വാർത്ഥത ഒതുങ്ങി നിൽക്കാതെ തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. ആ പ്രാർത്ഥനയോടുകൂടെ വികസിക്കാം, നമുക്ക് വികസിക്കാം, ഒന്നിക്കാം, എല്ലാവരും ഒന്നിക്കാം. കലിയുഗത്തിൽ സംഘം ചേരലാണ് ശക്തി. സംഘേ ശക്തി കളവൂ യുഗേ എന്ന് പറഞ്ഞിട്ടുണ്ട്. സംഘത്തിലാണ് ശക്തി. കലിയുഗത്തിൽ വിഭജിച്ച് നിന്നാൽ തകർന്നു പോകും. മറ്റുള്ളവർ നമ്മളെ നിന്ദിക്കും, അവഗണിക്കും, ചവിട്ടിത്തേക്കും. അതുകൊണ്ട് ഓർമ്മയുള്ളവരായിരിക്കുക. നമ്മളൊന്നാണ്. നമ്മുടെ അനിയന്മാരെ നമ്മൾ കൈപിടിച്ചുയർത്തും. അടുത്തിരിപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. നല്ല വരികളാണ് ഉള്ളൂരിൻ്റെ. അതും ഓർമ്മയിരിക്കട്ടെ. അപ്പോൾ ഗുരുപൂർണിമ നമ്മളിവിടെ ആചരിക്കുന്നുണ്ട്. 10-ാം തീയതി വരാൻ പറ്റുന്നവരെല്ലാം വരിക. നേരത്തെ തന്നെ ഒരു ഇൻറ്റിമേഷൻ തന്നാൽ നന്നായിരിക്കും. എത്ര പേർക്കുള്ള ഭക്ഷണം കരുതണം എന്നുള്ളതിന് വേണ്ടി. പാഴാക്കി കളയാൻ പാടില്ല, ഒന്നും തികയാതിരിക്കാനും പാടില്ല, അല്ലേ? കണക്കില്ലാതിരുന്നാൽ കൃത്യമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് വരുന്നവരൊക്കെ ഒരു മെസ്സേജ് വാട്സപ്പിലൂടെ തരാം. ഞാനുണ്ടാവും എന്ന് പറഞ്ഞാൽ ഇത്രയും പേർക്ക് നല്ലൊരു സദ്യ മെയ് 31 ഒരുക്കിയതുപോലെ. മെയ് 31 സദ്യ വളരെ ഗംഭീരമായിരുന്നു, എല്ലാവരും പറഞ്ഞു. അതുപോലെ നമുക്കൊരുക്കാം. അപ്പോൾ എല്ലാവരും വരും. അതിന് പ്രോഗ്രാമൊക്കെ ഞാൻ ഇട്ടുതരാം എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് തിരിച്ചു വരാം. ഭാഗവത ജ്ഞാനഗംഗ നമ്മൾ ദശമസ്കന്ധം 68-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 67-ാം അധ്യായം പൗണ്ഡ്രക വാസുദേവൻ്റെ കാശി രാജാവിൻ്റെയൊക്കെ വധമാണ് കണ്ടത്. ഇനി 68-ാം അധ്യായത്തിൽ ദ്വിവിധ വധം. ദ്വിവിധനെന്നും വിവിധനെന്നും ആളെ പറയും. മൈന്ദൻ വിവിധനും എന്ന് രാമായണത്തിൽ പറയുമ്പോൾ പറയും. ദ്വിവിധൻ എന്നും
ഭാഗവതത്തിൽ പറയും. രണ്ടും ഒന്ന് തന്നെയാണ്. ദ്വൈതബുദ്ധി, കൺഫ്യൂസ്ഡ് ബുദ്ധി ഒക്കെ ദ്വിവിധന്മാരാണ്. ഒരു കാലത്ത് ശ്രീരാമസ്വാമിയുടെ സേവകനായിരുന്ന വിവിധനാണ് ദുസ്സംഗം കൊണ്ട് അധപ്പതിച്ച് ദ്വിവിധനായി മാറിയത്. ദുസ്സംഗത്തിൻ്റെ പരിണതഫലമാണ്. അയാൾ കൊള്ളരുതാത്ത ഒരു ക്രൂരനും ദുഷ്ടനുമായി മാറി ബലരാമസ്വാമിയുടെ കൈകൊണ്ട് കൊല്ലപ്പെടുന്ന കഥയാണ്. എന്തായാലും നമുക്ക് വായിക്കാം. 68-ാം അധ്യായം വായിച്ചിട്ട് കഥയിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ സപ്തഷഷ്ടിതമോऽധ്യായഃ. രാജോവാച ഭൂയോഹം ശ്രോതുമിച്ഛാമി രാമസ്യാത്ഭുതകർമ്മണഃ അനന്തസ്യ അപ്രമേയസ്യ യദന്യത് കൃതവാൻ പ്രഭുഃ. ശ്രീശുക ഉവാച നരകസ്യ സഖാ കശ്ചിത് ദ്വിവിധോ നാമ വാനരഃ സുഗ്രീവ സജീവഃ സോദ ഭ്രാതാ മൈന്ദസ്യ വീര്യവാൻ സത്യുസ്സോപജിതിം കുർവൻ വാനരോ രാഷ്ട്രവിപ്ലവം പുരഗ്രാമാകരാൻ ഘോഷാൻ അദഹത് വന്യമുത്സൃജൻ ക്വചിത് സശൈലാനുൽപാട്യ തൈർദേശാൻ സമചൂർണയത് ആനർത്താൻ സുതരാമേവ യത്രാസ്തേ മിത്രഃ ഹരിഃ ക്വചിത് സമുദ്രമധ്യസ്ഥോ ദോർഭ്യാമുക്ഷിപ്യതജ്ജലം ദേശാന്നാഗായുധപ്രാണോ വേലാകൂലാൻ അമജ്ജയത്. 67 ശരിയാണ്. സപ്തഷഷ്ടിതമോധ്യായഃ എന്നാണ്. 67 ഞാൻ 68 എന്ന് പറഞ്ഞു അല്ലേ? തെറ്റിപ്പറഞ്ഞതാണ്. തിരുത്താം. അതെ. ആശ്രമാൻ ഋഷിമുഖ്യാനാം കൃത്വാ ഭഗ്നവനസ്പതീൻ അദൂഷയത് സകൃന്മൂത്രൈഃ അഗ്നീൻ വൈതാനികാൻ കലഃ പുരുഷാൻ യോഷിതോ ദൃപ്തഃ ക്ഷ്മാഭൃത് ദ്രോണീഗുഹാസു സഹ നിക്ഷിപ്യ ചാപ്യദാത് ശൈലൈഃ പേശസ്താരീവ കീടകം ഏവം ദേശാൻ വിപ്രകുർവൻ ദൂഷയംശ്ച കുലസ്ത്രിയഃ ശ്രുത്വാ സുലളിതം ഗീതം ഗിരിം രൈവതകം യയൗ തത്രാപശ്യത് യദുപതിം രാമം പുഷ്കരമാലിനം സുദർശനീയ സർവാംഗം ലലനായൂധമദ്യകം ഗായന്തം വാരുണീം പീത്വാ മദവിഹ്വലലോചനം വിഭ്രാജമാനം വപുഷാ പ്രഭിന്നമിവ വാരണം ദുഷ്ടഃ ശാകാമൃഗഃ ശാകാം ആരൂഢഃ കമ്പയൻ ദ്രുമാൻ ചക്രേ കില കിലാ ശബ്ദം ആത്മാനം സംപ്രദർശയൻ തസ്യ ധാർഷ്ട്യം കപേർവീക്ഷ്യ തരുണ്യോ ജാതി ചാപലാഃ ഹാസ്യപ്രിയാ വിജഹസുഃ ബലദേവ പരിഗ്രഹാഃ താഹേളയാമാസ കപിഃ ഭ്രൂക്ഷേപൈ സമ്മുഖാദിഭിഃ ദർശയൻ സ്വഗുദം താസാം രാമസ്യ ച നിരീക്ഷതഃ തം ഗ്രാവണാ പ്രാഹരത് ക്രുദ്ധോ ബലഃ പ്രഹരതം വരഃ സ വഞ്ചയിത്വാ ഗ്രാവാണം മദിരാകലശം കപിഃ ഗൃഹീത്വാ ഹേളയാമാസ ധൂർത്തസ്തം കോപയൻ ഹസൻ നിർഭിദ്യ കലശം ദുഷ്ടോ വാസാം സ്യാസ്ഫാലയദ്ബലം കദർത്തീകൃത്യ ബലവാൻ വിപ്രചക്രേ മദോദ്ദതഃ തം തസ്യാ വിനയം ദൃഷ്ട്വാ ദേശാംശ്ച തദുപദ്രുതാൻ ക്രുദ്ധോ മുസലമാദത്ത ഹലം ചാരി ജിഗാംസയാ ദിവിധോപി മഹാവീര്യഃ സാലമുദ്യമ്യ പാണിനാ അഭ്യേത്യ തരസാ തേന ബലം മൂർധന്യതാടയത്
തം തു സംഘർഷണോ മൂർധ്നി പതന്തം അചലോ യഥാ പ്രതിജഗ്രാഹ ബലവാൻ സുനന്ദേനാഹനച്ചതം മുസലാഹതമസ്തിഷ്കോ വിരേജേ രക്തധാരയാ ഗിരിർയഥാ ഗൈരികയാ പ്രഹാരം നാനു ചിന്തയൻ പുനരന്യം സമുക്ഷിപ്യ കൃത്വാ നിഷ്പത്രമോജസാ തേനാഹനത്സു സംക്രുദ്ധഃ തം ബലഃ ശതദാച്ഛിനത് തതോ അന്യേന രുഷാ ജഗ്നേ തം ചാപി ശതദാച്ഛിനത് ഏവം യുധ്യൻ ഭഗവതാ ഭഗ്നേ ഭഗ്നേ പുനഃ പുനഃ ആകൃഷ്യ സർവതോ വൃക്ഷാൻ നിർവൃക്ഷമകരോദ്വനം തതോ മുഞ്ചത്ശിലാവർഷം ബലസ്യോപര്യമർഷിതഃ തൽസർവം ചൂർണയാമാസ ലീലയാ മുസലായുധഃ സബാഹുതാലസങ്കാശൗ മുഷ്ടീകൃത്യ കപീശ്വരഃ ആസാദ്യ രോഹിണീപുത്രം താഭ്യാം വക്ഷസ്യയൂരുജത് യാദവേന്ദ്രോപി തം ദോർഭ്യാം ത്യക്ത്വാ മുസലലംഘലേ ജത്രൗ അഭ്യർദയത് ക്രുദ്ധഃ സോപദത്രുതിരം വമൻ ചകംഭേതേന പതത സടംഗസ്സ വനസ്പതിഃ പർവതഃ കുരുശാർദൂല വായുനാ നൗരിവാംബസി ജയശബ്ദോ നമഃ ശബ്ദഃ സാധു സാധ്വിതി ചംബരേ സുരസിദ്ധമുനീന്ദ്രാണാം ആസീത് കുസുമവർഷിണാം ഏവം നിഹത്യ ദ്വിവിധം ജഗദ്വ്യതികരാവഹം സംസ്തൂയമാനോ ഭഗവാൻ ജനൈ സ്വപുരമാവിശത്. ഹരി ഓം. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ദ്വിവിധവധോ നാമ സപ്തഷഷ്ടിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. ബലരാമസ്വാമിയുടെ മഹാത്മ്യവും പ്രഭാവവും കഥകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ബലരാമസ്വാമി നാട്ടിലില്ലാത്ത സമയത്തുണ്ടായ പൗണ്ഡ്രകവധം എന്നുള്ള കഥ പറഞ്ഞത്. ഇനിയും ബലരാമസ്വാമിയുടെ കഥകൾ തുടരുകയാണ്. അതാണ് ഈ അധ്യായം. പരീക്ഷിത് രാജാവിൻ്റെ ചോദ്യത്തോടു കൂടിയിട്ടാണ് തുടങ്ങുന്നത്. അതിലേക്ക് പ്രവേശിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത സപ്തഷഷ്ടിതമോऽധ്യായഃ. രാജോവാച ഭൂയോഹം ശ്രോതുമിച്ഛാമി രാമസ്യാദ്ഭുതകർമ്മണഃ അനന്തസ്യ പ്രമേയസ്യ യദന്യത് കൃതവാൻ പ്രഭുഃ. രാജോവാച ഭൂയോഹം ശ്രോതുമിച്ഛാമി രാമസ്യാത്ഭുതകർമ്മണഃ അനന്തസ്യ പ്രമേയസ്യ യദന്യത് കൃതവാൻ പ്രഭുഃ. രാജാവാച. രാജാവ് ഇവിടെ ചോദിക്കുകയാണ്. പരീക്ഷിത് രാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്. ആ ചോദ്യത്തോടു കൂടിയിട്ടാണ് തുടങ്ങുന്നത്. ഭൂയോഹം ശ്രോതുമിച്ഛാമി രാമസ്യ അത്ഭുതകർമ്മണഃ അനന്തസ്യ അപ്രമേയസ്യ യദന്യത് കൃതവാൻ പ്രഭുഃ. ഇപ്പോൾ രാമസ്യ അന്യത് യത് കൃതവാൻ തത് ശ്രോതും ഇച്ഛാമി. ഭൂയഃ ശ്രോതും ഇച്ഛാമി. ഇവിടെ ഭൂയഃ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആരുടെ ലീലകളാ കേൾക്കേണ്ടത്?
അനന്തസ്യ അപ്രമേയസ്യ അത്ഭുതകർമ്മണഃ രാമസ്യ. രാമനെ വിശേഷിപ്പിച്ചതാണ് അനന്തസ്യ അപ്രമേയസ്യ അത്ഭുതകർമ്മണഃ രാമസ്യ. അപ്പോൾ ഭഗവാൻ അല്ലെങ്കിൽ തന്നെ അനന്തനാണ്, അല്ലേ? ആദിശേഷൻ, അനന്തൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആ സംഘർഷണമൂർത്തി തന്നെയാണ് ബലരാമസ്വാമി. അപ്പോൾ അനന്തൻ എന്ന് പറഞ്ഞാൽ ഇവിടെ യാതൊരു അന്തവും ഇല്ലാത്തവൻ. അന്തം എന്ന് പറഞ്ഞാൽ ഒന്നിനും പരിമിതിയില്ലാത്തവൻ, അവധിയില്ലാത്തവൻ. അനവധി, നിരവധി എന്നൊക്കെ പറയുന്നത് അവധിരഹിതമായതിനെയാണ്. അവധി ന വിദ്യതേ ഇതി അനവധി നിരവധി, അല്ലെങ്കിൽ നിർഗതം അവധി, നിർഗതാ അവധി യസ്മാത്. ഏതൊന്നിൽ നിന്ന് അവധി പോയിരിക്കുന്നുവോ, അവധി എന്ന് പറഞ്ഞാൽ ബൗണ്ടറീസ്, ലിമിറ്റേഷൻസ്. അപ്പോൾ അത് പോയതാണ് അനന്തം. അപ്പോൾ ആദിയുമില്ല അന്തവുമില്ലാത്ത സർവശക്തനായിരിക്കുന്ന അപ്രമേയസ്യ. അപ്രമേയൻ എന്നാൽ പ്രമാണങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തവൻ. പ്രമാണങ്ങൾ എന്നാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രമാണങ്ങളാണ്. ശബ്ദത്തിന് പ്രമാണം ശ്രോത്രേന്ദ്രിയം, രൂപത്തിന് പ്രമാണം ചക്ഷുരിന്ദ്രിയം, ഗന്ധത്തിന് പ്രമാണം ഘ്രാണേന്ദ്രിയം, രസത്തിന് പ്രമാണം രസനേന്ദ്രിയം, സ്പർശത്തിന് പ്രമാണം ത്വക്കിന്ദ്രിയം. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഇതിനെല്ലാം ഏകോപിപ്പിക്കുന്ന മനസ്സ്, ബുദ്ധി, ഇതൊക്കെ എന്താ പറയുക, പ്രമാണങ്ങളാണ്. പ്രമാകരണം പ്രമാണം, പ്രമയെ ഉണ്ടാക്കുന്നത് പ്രമാണം. പ്രമാ എന്നാൽ ശരിയായ അറിവ്. അപ്പോൾ ഭഗവാനോ അപ്രമേയ. ഭഗവാനെ പ്രമേയമാക്കാൻ സാധിക്കില്ല. പ്രമയ്ക്ക് വിഷയമാക്കാൻ, പ്രമാണങ്ങൾക്ക് വിഷയമാക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള അപ്രമേയനും അത്ഭുതകർമ്മണ, അത്ഭുതമായ കർമ്മങ്ങളോടുകൂടിയവനുമായ, ആശ്ചര്യകരങ്ങളായ കർമ്മങ്ങളോടും കൂടിയ രാമസ്യ, രാമന്റെ ഭൂയഃ ശ്രോതും അഹമിച്ഛാമി. രാമന്റെ ചരിതം എന്നർത്ഥം, രാമന്റെ പ്രവൃത്തികൾ ഭൂയഃ വീണ്ടും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പ്രഭുഹു അന്യത് യത് കൃതവാൻ. ആ പ്രഭുവായ സമർത്ഥനായ രാമൻ ഇനി എന്തൊക്കെയാണ് ചെയ്തത്? അപ്പം മുമ്പ് അദ്ദേഹം ഗോകുലത്തിൽ പോയതും കാളിന്തിയെ ആകർഷിച്ചതും ഒക്കെ ആയിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇനിയും എന്തൊക്കെയാണ് രാമന്റെ ലീലകൾ എന്ന് ചോദിക്കുകയാണ്. അപ്പം അതിന് ശ്രീശുക ബ്രഹ്മർഷി മറുപടി പറയുന്നു. ശ്രീശുക ഉവാച നരകസ്യ സഖാ കശ്ചിത് ദ്വിവിധോ നാമ വാനരഃ സുഗ്രീവ സജീവ സോധ ഭ്രാതാ മൈന്ദസ്യ വീര്യവാൻ. ശ്രീശുക ഉവാച നരകസ്യ സഖാ കശ്ചിത് ദ്വിവിധോ നാമ വാനരഃ സുഗ്രീവ സജീവ സോധ ഭ്രാതാ മൈന്ദസ്യ വീര്യവാൻ. ശ്രീശുക ബ്രഹ്മർഷി ദ്വിവിധനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ആ ദ്വിവിധനെ ഭഗവാൻ ബലരാമസ്വാമി വധിച്ച കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കഥയിൽ ആദ്യം ആ വില്ലനെ പരിചയപ്പെടുത്തണം. വില്ലന്മാരുണ്ടാകുമ്പോഴേ ഹീറോകൾ ഉണ്ടാവുള്ളൂ, അല്ലേ? എല്ലാവരും മര്യാദക്കാരാണെങ്കിൽ മറ്റൊരാൾക്ക് എന്താ പറയുക, ഷൈൻ ചെയ്യാൻ പ്രയാസമായിരിക്കും. എല്ലാവരും ഒരേപോലെ നല്ലവരായിരിക്കും. അപ്പോൾ ഇവിടെ ഇതുപോലെയുള്ള ദുഷ്ടന്മാരുണ്ടാകുമ്പോഴേ സജ്ജനങ്ങളുടെ വില, മഹാത്മാക്കളുടെ വില നമുക്കറിയുള്ളൂ. ഇരുട്ടുള്ളപ്പോഴേ വെളിച്ചത്തിൻ്റെ വില അറിയുള്ളൂ, അല്ലേ? എപ്പോഴും വെളിച്ചം മാത്രമാണെങ്കിൽ, എല്ലായിടത്തും വെളിച്ചം മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും ഇരുട്ട് മാത്രമാണെങ്കിലും വെളിച്ചത്തെ അറിയാൻ പറ്റില്ല, വെളിച്ചം മാത്രമാണെങ്കിലും വെളിച്ചത്തിൻ്റെ വില അറിയാൻ പറ്റില്ല. ഇത് രണ്ടും ഉണ്ടാവണം. അപ്പോൾ ആദ്യം നരകനെ പരിചയപ്പെടുത്തുന്നു, ദ്വിവിധനെ പരിചയപ്പെടുത്തുന്നു. ദ്വിവിധൻ ആരാണ്? നരകസ്യ സഖാ ദ്വിവിധഃ നാമ കശ്ചിത് വാനരഃ. നരകസ്യ സഖ, നരകാസുരന്റെ കൂട്ടുകാരനായിട്ട്. നരകാസുരവധം നമ്മൾ കഥ കണ്ടു. ഭഗവാൻ 16,000 കന്യകമാരെ വിവാഹം കഴിച്ചതുമൊക്കെ ആയിട്ടുള്ള കഥ കണ്ടു. അപ്പോൾ ആ ദുഷ്ടനായിട്ടുള്ള ഭൂമിപുത്രനായ നരകൻ, വളരെ ശക്തനായിട്ടുള്ള നരകൻ, ആ നരകന്റെ സഖാവാണ് ദ്വിവിധൻ എന്ന നാമമുള്ള കശ്ചിത് വാനരഃ. ഒരു വാനരൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വാനരനുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു? അതഃ സഹ സുഗ്രീവ സജീവ മൈന്ദസ്യ വീര്യവാൻ ഭ്രാത.
അദ്ദേഹം മുമ്പ് ആരായിരുന്നു എന്ന് നമുക്ക് കണക്ട് ചെയ്യാണ്. പൂർവ മറ്റേ യുഗത്തിൽ, ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമിയുടെ കാലത്ത് ഇദ്ദേഹം സുഗ്രീവന്റെ മന്ത്രിയായിരുന്നു. സുഗ്രീവ സജീവ മൈന്ദസ്യ ഭ്രാത, മൈന്ദൻ എന്ന വാനരന്റെ ഭ്രാതാവുമായിരുന്നു. വീര്യവാൻ ഭ്രാത, വളരെ ശക്തനായ സഹോദരനായിരുന്നു. അന്ന് അദ്ദേഹം വളരെ നല്ല രീതിയിൽ സുഗ്രീവന്റെ മന്ത്രിയായിരിക്കുമ്പോൾ ശ്രീരാമസ്വാമിക്ക് വേണ്ടി രാക്ഷസ സൈന്യത്തോട് യുദ്ധം ചെയ്ത് ഒരുപാട് പ്രഗത്ഭരായ രാക്ഷസരെ വധിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹത്തിന് സുഗ്രീവനുമായിട്ടുള്ള സഖ്യം കിട്ടി, അല്ലേ? സുഗ്രീവ സജീവ. അപ്പൊ സുഗ്രീവനെ പോലെ ഒരു ഉത്തമനായിട്ടുള്ള, ഭക്തനായിട്ടുള്ള, ധാർമ്മികനായിട്ടുള്ള ഒരാളുമായിട്ടുള്ള സഖ്യമാണ് ദ്വിവിധനെ അന്ന് നല്ലവനാക്കിയത്. ശ്രീരാമസ്വാമിയെ കണ്ടുമുട്ടിക്കാനും ശ്രീരാമസ്വാമിക്ക് വേണ്ടി സേവനം ചെയ്യാനും ഒക്കെ ഇടയായത്. അത് രണ്ട് ഇവിടെ നമുക്ക് കാണിച്ചു തരണം. നരകനെയും പറഞ്ഞു, സുഗ്രീവനെയും പറഞ്ഞു. നമ്മളും നരകന്മാരോട് കൂടിയാൽ നമ്മൾ ലേറ്റസ്റ്റ് ദ്വിവിധനായി മാറും. സുഗ്രീവന്മാരോട് കൂടിയാലോ പഴയ ദ്വിവിധന്മാരായിരിക്കും, രാമായണത്തിലെ ദ്വിവിധനായിരിക്കും. അശ്വിനി ദേവന്മാരുടെ രണ്ട് മക്കളാണ് മൈന്ദനും ദ്വിവിധനും. അവരിരട്ടകളായതുകൊണ്ട്, അശ്വിനി ദേവന്മാർ ഇരട്ടകളായതുകൊണ്ട് അവർക്ക് ഇരട്ടകളായിട്ട് തന്നെ പുത്രന്മാർ ജനിച്ചു. അതാണ് മൈന്ദൻ, ദ്വിവിധൻ. നല്ല ശക്തന്മാരായിട്ടുള്ള വാനരന്മാരായിരുന്നു. ഒരുപാട് ദുഷ്ടന്മാരായിട്ടുള്ള രാക്ഷസന്മാരെ വധിച്ചവരാണ്. അപ്പോൾ അതിന് കാരണം എന്താ? സുഗ്രീവ സഖ്യം, സുഗ്രീവന്റെ മന്ത്രി ആയതുകൊണ്ട്. അപ്പോൾ മൈന്ദന്റെ സഹോദരനുമായിരുന്നു. അപ്പോൾ ആ കാലത്ത് ശ്രീരാമസ്വാമി സ്വർഗ അല്ലെങ്കിൽ സ്വധാമത്തിലേക്ക് പോകുമ്പോൾ തനിക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ പറഞ്ഞു, എൻ്റെ കൂടെ ആര് വന്നാലും വൈകുണ്ഠത്തിലേക്ക് വരാം. അങ്ങനെയാണ് ഭഗവാൻ സരയൂ നദിയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അയോധ്യാവാസികളും മറ്റ് പലരും, ഋഷീശ്വരന്മാരും ഈ പറഞ്ഞ വാനരശ്രേഷ്ഠന്മാരും എല്ലാം സരയുവിലേക്ക് ശ്രീരാമസ്വാമിയെ അനുഗമിച്ചുകൊണ്ട് പുറകെ ഇറങ്ങി. അവരൊക്കെ ഭഗവാന്റെ ലോകത്തെ പ്രാപിച്ചു എന്ന് പറയും. അപ്പോൾ ആ കൂട്ടത്തിൽ മാറി നിന്ന ആളാണ് ഈ ദ്വിവിധൻ. മൈന്ദൻ പോയിട്ടുണ്ടാവും. ദ്വിവിധം പറഞ്ഞു, എനിക്ക് പോരാ, എനിക്ക് ഇനിയും ജീവിക്കണം, ഇവിടെ കുറേ കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് എന്നുള്ള ആ ദ്വൈത ബുദ്ധി കൊണ്ട്, ബഹിർബുദ്ധി കൊണ്ട് വിഷയലംബടനായി മാറുകയാണ് ഉണ്ടായത്. രാമൻ പോയി കഴിഞ്ഞാൽ പിന്നെ കാമൻ കയറും ഉള്ളിൽ, അല്ലേ? അപ്പോൾ രാമൻ പോകുമ്പോൾ രാമൻ്റെ കൂടെ പോയിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ രാമൻ പോയപ്പോൾ ഉള്ളിൽ അസുര സ്വഭാവം വന്നുകൂടി. അങ്ങനെ നരകന്റെ കൂട്ടായി മാറി. ആ നരകന്റെ സംഘം കൊണ്ട് വല്ലാതെ മോശക്കാരനായി. ആ കഥയിലേക്കാണ് വരുന്നത്. സഖ്യു സോപചിതിം കുർവൻ വാനരോ രാഷ്ട്രവിപ്ലവം പുരഗ്രാമാകരാൻ ഘോഷാൻ അദഹത് വന്യമുത്സൃജൻ. സഖ്യു സോപചിതിം കുർവൻ വാനരോ രാഷ്ട്രവിപ്ലവം പുരഗ്രാമാകരാൻ ഘോഷാൻ അദഹത് വന്യമുത്സൃജൻ. ഇപ്പോ സഹ വാനരഃ സഖ്യുഃ അപചിതിം കുർവൻ രാഷ്ട്രവിപ്ലവം പുരഗ്രാമാകരാൻ ഘോഷാൻ വന്യം ഉത്സൃജൻ അദഹത്. ആ വാനരൻ ദ്വിവിധൻ സഹവാനരഃ സഖ്യുഃ അപചിതിം കുർവൻ. സഖ്യുഃ എന്ന് പറഞ്ഞാൽ സഖാവിന്, കൂട്ടുകാരന്. അപചിതി എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളാണ്. പ്രത്യുപകാരം, പൂജ, അതുപോലെ അദ്ദേഹത്തിന് എന്താ പറയുക, തർപ്പണം എന്നൊക്കെ പറയാം. അദ്ദേഹം മരിച്ചുപോയല്ലോ, നരകാസുരൻ മരിച്ചു, നരകാസുരനെ ഭഗവാൻ വധിച്ചു. അപ്പോൾ അതിന് അപചിതി എന്ന് പറഞ്ഞാൽ പ്രതികാരം എന്നും കൂടി അർത്ഥത്തിലെടുക്കാം. തൻ്റെ കൂട്ടുകാരന് വേണ്ടി, അദ്ദേഹത്തിന് തൃപ്തി ഉണ്ടാകാൻ വേണ്ടി ആ കൂട്ടുകാരനെ വധിച്ച ശത്രുക്കളെ വധിക്കുക, അതാണ് അപചിതി. അവിടെ അപചിതി എന്ന് പറഞ്ഞാൽ ഗുരുവിന് ചെയ്യുന്ന പൂജ അപചിതിയാണ്, ദേവന്മാർക്ക് ചെയ്യുന്ന പൂജ അപചിതിയാണ്, മറ്റുള്ളവർക്ക് ചെയ്യുന്ന പ്രത്യുപകാരം അപചിതിയാണ്. അപ്പോൾ അപചിതി എന്നുള്ളത് സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം എടുക്കണം. ഇവിടെ തൻ്റെ സഖാവിന് അപചിതി ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തർപ്പണം ചെയ്യുക, അദ്ദേഹത്തിന് തൃപ്തി ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യുക, അദ്ദേഹത്തിനോടുള്ള ആദരവ് കാണിക്കുകയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, സ്നേഹിച്ചിരുന്നു,
അപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? നിന്നെ വധിച്ചവരോട് പ്രതികാരം ചെയ്തു വേണ്ടേ ഞാൻ നിന്നെ തൃപ്തിപ്പെടുത്താൻ? അങ്ങനെ അപചിതിം കുറുവന് സഖ്യുഹു അപചിതിം കുറുവന് രാഷ്ട്രവിപ്ലവം, രാജ്യത്തെ മുഴുവൻ വിപ്ലവിപ്പിക്കാൻ. വിപ്ലവിക്കുക എന്ന് പറഞ്ഞാൽ മുങ്ങി ഇതാക്കുക, നശിപ്പിക്കുക എന്നൊക്കെയാണ്. വിശേഷേണ പ്ലവിപ്പിക്കുക, പ്ലവം എന്ന് പറഞ്ഞാൽ മുങ്ങുക എന്നും അർത്ഥമുണ്ട്, ചാടുക എന്ന അർത്ഥമുണ്ട്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക എന്ന അർത്ഥമുണ്ട്. പല അർത്ഥങ്ങളാണ്. ഇവിടെ മുക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. വിപ്ലവം എന്നാൽ വിശേഷേണ പ്ലവിപ്പിക്കുക, വിശേഷേണ മുക്കിക്കളയുക, നശിപ്പിക്കുക എന്ന അർത്ഥത്തിൽ. അപ്പോൾ രാജ്യത്തെ നശിപ്പിക്കാനായിക്കൊണ്ട്, ഏത് രാജ്യത്തെ? ഈ ഭഗവാൻ വസിക്കുന്നതായിട്ടുള്ള ദ്വാരകാപുരിയെ നശിപ്പിക്കാനായിക്കൊണ്ട് എന്നർത്ഥം. രാഷ്ട്രവിപ്ലവം കുറുവന് പുരഗ്രാമ ആകരാൻ ഘോഷാൻ വന്യമുത്സൃജൻ അദഹത്. പുരഗ്രാമ ആകരങ്ങളും ഘോഷങ്ങളും, 4 പ്രകാരത്തിലുള്ള ആവാസ വ്യവസ്ഥകളെ. പുരങ്ങൾ എന്ന് പറഞ്ഞാൽ പട്ടണങ്ങൾ, രാജധാനിയും കച്ചവട കേന്ദ്രങ്ങളും ഒക്കെ ഉള്ളതായിട്ടുള്ള തലസ്ഥാനം, അതാണ് പുരം. ഗ്രാമം മറ്റുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതായിട്ടുള്ള ആളുകൾ സെറ്റിൽഡ് ആയിരിക്കുന്ന സബർബൻസ്, അതാണ് ഗ്രാമങ്ങൾ. ആകരങ്ങൾ എന്നാൽ ഖനികൾ, ഇൻഡസ്ട്രിയലിസ്റ്റുകൾ ഒക്കെ ഖനികളോട് ബന്ധപ്പെട്ടിട്ടാണ് താമസിക്കുക, അല്ലെ? പല വ്യവസായങ്ങളും ചെയ്യുന്നവർ എന്ന് വെച്ചാൽ ഖനികളിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ലോഹങ്ങളെ കൊണ്ട് പല മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നവർ. അപ്പോൾ അങ്ങനെയുള്ള ആകരങ്ങൾ. ഘോഷങ്ങൾ എന്നാൽ പശുക്കളെ മേച്ച് നടക്കുന്നതായിട്ടുള്ള ഗോപാലകന്മാർ താമസിക്കുന്നതായിട്ടുള്ള സ്ഥാനങ്ങൾ, വ്രജം എന്നും പറയും. വ്രജങ്ങൾ അല്ലെങ്കിൽ ഘോഷങ്ങൾ. അവയൊക്കെ വന്യം ഉത്സൃജൻ, എല്ലായിടത്തും ചെന്ന് ആളുകളെ ഉപദ്രവിക്കാനായിട്ട് തീയിടുക. നമ്മുടെ ഇന്നത്തെ തീവ്രവാദികളും മറ്റുമൊക്കെ അവിടെ ബോംബ് പൊട്ടിച്ചും പലതരത്തിൽ തീയിട്ടുകൊണ്ടും, അല്ലേ? നമ്മുടെ ഇപ്പോൾ ഈ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് പലതും തീ പിടിക്കുന്നുണ്ട്. ഇവിടെ കപ്പലുകൾ 2 മറ്റേ തീപിടിച്ചു, വിമാനത്തിന് തീപിടിച്ചു, മറ്റ് കെട്ടിടങ്ങൾക്ക് പലതിനും തീപിടിച്ചു. പല സംഭവങ്ങളും അടുപ്പിച്ച് ഭാരതത്തിൽ നടക്കുന്നുണ്ട്. പുറകിലൊക്കെ അതിൻ്റെ പുറകിൽ ഗൂഢാലോചനകളും എന്താ പറയുക, ഇന്ത്യ വിരുദ്ധ ശക്തികളും ഉണ്ടായിരിക്കും. അത് തെളിഞ്ഞു വരണമെങ്കിൽ സമയമെടുക്കും. തെളിയാത്തത് കൊണ്ട് ആരും അനൗൺസ് ചെയ്യുന്നില്ല എന്ന് മാത്രം. തീർച്ചയായിട്ടും നമുക്ക് ഗസ് ചെയ്യാം. ഇതിങ്ങനെ അടുപ്പിച്ച് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ ആരുടെ കരങ്ങളാണ് എന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, അതുപോലെ കൊലയും കൊള്ളയും കൊള്ളിവയ്പും എന്ന് പറഞ്ഞ പോലെയുള്ള നശിപ്പിക്കുന്ന പ്രവൃത്തി ഇദ്ദേഹം ചെയ്തു. തൻ്റെ കൂട്ടുകാരന് പ്രിയം ചെയ്യാൻ വേണ്ടി ഈ ദ്വാരകയെ വന്ന് ഉപദ്രവിക്കുകയാണ്. അതാണ് പുരഗ്രാമ ആകരാൻ ഘോഷാൻ വന്യം ഉത്സൃജന്, വന്യെ ഉത്സർജിച്ചുകൊണ്ട് അദഹത് ദഹിപ്പിച്ചു എന്നർത്ഥം. അപ്പോൾ ക്വചിത് സശൈലാനുൽപാട്യ തൈർദേശാൻ സമചൂർണയത് ആനർത്താൻ സുതരാം ഏവ യത്രാസ്തേ മിത്രഃ ഹരിഃ. ക്വചിത് സശൈലാനുൽപാട്യ തൈർദേശാൻ സമചൂർണയത് ആനർത്താൻ സുതരാമേവ യത്രാസ്തേ മിത്രഃ ഹരിഃ. സഹ ക്വചിത് ശൈലാനുൽപാട്യ, അവൻ ചിലപ്പോൾ ശൈലങ്ങളെ, പർവ്വതങ്ങളെയൊക്കെ ഇളക്കിയെടുത്തിട്ട്, ഉൽപാദനം ചെയ്തിട്ട് പൊക്കിയെടുത്തിട്ട്, തൈഹി ദേശാൻ സമചൂർണയത്, ആ പർവ്വതങ്ങളെ കൊണ്ട് ദേശങ്ങളെ പൊടിച്ചു എന്ന് പറഞ്ഞാൽ വലിയ ഉയരത്തിൽ നിന്ന് വലിയ പർവ്വത ശിഖരങ്ങളെ എടുത്ത് ഒരു നാട്ടിലേക്ക് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ കെട്ടിടങ്ങളൊക്കെ തകർന്ന് വീഴില്ലേ, പൊടിഞ്ഞു വീഴില്ലേ. അപ്പം അതുപോലെയുള്ള വലിയ വലിയ പർവ്വതങ്ങളെടുത്ത് ഗ്രാമവാസികളുടെയും പുരവാസികളുടെയും ഒക്കെ നേർക്ക് എറിയുകയാണ്. കെട്ടിടങ്ങളുടെയൊക്കെ നേർക്കും മറ്റുമൊക്കെ ആയിട്ട് എല്ലാം ദേശങ്ങളെയൊക്കെ പൊടിയാക്കി എന്നർത്ഥം. അങ്ങനെയുള്ള എവിടെയാണ് അത് ചെയ്തത്? എവിടെയെങ്കിലും അല്ല. എത്ര ആസ്തേ മിത്രഃ ഹരിഃ, എവിടെയാണോ തൻ്റെ മിത്രത്തെ ഹനിച്ച ഹരി ഇരിക്കുന്നത്. തൻ്റെ മിത്രാര നരകൻ.
ആ നരകാസുരനെ വധിച്ചതായിട്ടുള്ള ഹരി എവിടെയാണോ ഇരിക്കുന്നത് ആ ദേശം ഏതാണത്? ആനർത്താൻ എന്ന് പറഞ്ഞു. ആനർത്തദേശങ്ങൾ, ആനർത്തങ്ങൾ എന്ന ദേശങ്ങൾ, അത് നമ്മുടെ ഗുജറാത്തിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളാണ് ആനർത്തങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ദ്വാരകാപുരി. വലിയൊരു ദേശത്തെ മൊത്തത്തിൽ പറയുന്നതാണ് ആനർത്തം എന്നുള്ളത്. അതിൽ വിശിഷ്ടമായിട്ടുള്ള സ്ഥലമാണ് ദ്വാരകാപുരി. ഇപ്പൊ ദ്രവിഡ ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? തെക്കേ ഇന്ത്യ. അതിൽ കർണാടകം, ആന്ധ്ര, തമിഴ്നാട്, കേരളം എന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പറയാം. അതുപോലെ ഓരോ ദേശങ്ങളും പണ്ട് വിവിധങ്ങളായി തിരിച്ചിരുന്നു. പാഞ്ചാല ദേശങ്ങൾ, മഗധ ദേശങ്ങൾ, കുരുദേശങ്ങൾ, അല്ലേ? ഇങ്ങനെ നമ്മൾ പുരാണത്തിൽ പഞ്ചമസ്കന്ധത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ദേശങ്ങളെ പലതായിട്ട് സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, ഏരിയകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ആനർത്തദേശങ്ങൾ. സൗരാഷ്ട്രദേശം, ആനർത്തദേശം, അതുപോലെ എന്താ പറയുക മരുപ്രദേശം, രാജസ്ഥാനൊക്കെ മരുപ്രദേശങ്ങളാണ്. ഞാൻ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആനർത്തദേശങ്ങളിലേക്ക് എന്ന് വെച്ചാൽ ഗുജറാത്തിൽ, അതിൽ പ്രത്യേകിച്ച് ദ്വാരകയിൽ നിന്ന് അർത്ഥമെടുക്കണം നമ്മൾ. ഇവിടെ ആനർത്തം എന്നുള്ളത് കൊണ്ട് ദ്വാരക എന്നുള്ള അർത്ഥത്തിൽ തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ ആനർത്താൻ സുതരാം ഏവ, സുതരാം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ എന്നർത്ഥം. നന്നായി തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ക്വചിത് സമുദ്രമധ്യസ്ഥോ ദോർഭ്യാം ഉക്ഷിപ്യ തജ്ജലം ദേശാൻ നാഗായുധപ്രാണോ വേലാകുലാൻ അമജ്ജയത്. ക്വചിത് സമുദ്രമധ്യസ്ഥോ ദോർഭ്യാം ഉക്ഷിപ്യ തജ്ജലം ദേശാൻ നാഗായുധപ്രാണോ വേലാകുലാൻ അമജ്ജയത്. ക്വചിത് സമുദ്രമധ്യസ്ഥ, ചിലപ്പോൾ ആള് സമുദ്രത്തിലേക്ക് ഇറങ്ങി നിൽക്കും. എന്നിട്ടോ അവിടുന്ന് ദോർഭ്യാം തജ്ജലം ഉക്ഷിപ്യ, രണ്ട് കൈകളെ കൊണ്ടും ആ സമുദ്രത്തിലെ വെള്ളത്തെ ഉക്ഷേപിച്ചിട്ട്, എടുത്തെറിഞ്ഞിട്ട്, തേകി ഒഴിച്ചിട്ട് എന്നർത്ഥം. അത്രയും വലിയ വലിയ കൈകളും ശക്തിയുമുണ്ട്. അതാണ് ഇവിടെ നാഗായുധപ്രാണ എന്ന് പറയുന്നത്. നാഗായുധപ്രാണം എന്ന് പറഞ്ഞാൽ ഇവിടെ നാഗശബ്ദത്തിന് ആന എന്നർത്ഥം. പാമ്പല്ല, ആന. ആയുധം 10,000. അപ്പോൾ 10,000 ആനയുടെ ശക്തിയുള്ളവൻ എന്നർത്ഥമാണ് ഇവിടെ നാഗായുധപ്രാണ എന്ന് വെച്ചാൽ വലിയ അനന്തമായിട്ടുള്ള ശക്തിയുള്ളവൻ തന്നെയാണ്, ആള് മോശക്കാരനല്ല. അപ്പോൾ 10,000 ആനയുടെ ശക്തിയുള്ളവനായിട്ടുള്ള അവൻ തൻ്റെ കൈകളെ കൊണ്ട് തജ്ജലം ഉക്ഷിപ്യ വേലാകൂലാൻ ദേശാൻ അമജ്ജയത്. വേല എന്ന് പറഞ്ഞാൽ തീരം, ആകൂലം എന്നും തീരത്തിന് പേര്. അപ്പോൾ വേലയോട് ചേർന്നിരിക്കുന്ന സമുദ്രത്തിൻ്റെ വേലിയെന്നും വേല എന്നും പറയുന്ന തീരം, ആ സമുദ്രതീരത്ത് ചേർന്നിരിക്കുന്ന സമീപ പ്രദേശങ്ങളിലുള്ള ദേശാൻ അമജ്ജയത്, മജ്ജനം ചെയ്തു എന്ന് പറഞ്ഞാലോ വെള്ളം ഇയാൾ കൈകൊണ്ടൊക്കെ കോരി ഒഴിച്ചാൽ സുനാമിയെക്കാളും ശക്തമായിരിക്കും. ഇപ്പോൾ വലിയ വലിയ സുനാമി പോലെയുള്ള തിരകളെ കൊണ്ട് ഈ സമുദ്രതീരത്തുള്ളതായിട്ടുള്ള ദേശങ്ങളെയൊക്കെ അദ്ദേഹം വെള്ളത്തിൽ മുക്കുകയാണ്. തന്നെ കൊണ്ടാവുന്നത് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യണം. വെള്ളം കൊണ്ട്, സമുദ്രജലം കൊണ്ട് ആ നാടിനെ, സമുദ്രതീരത്തുള്ള ദേശങ്ങളെയെല്ലാം വെള്ളം തേകി മുക്കുക. ആശ്രമാൻ ഋഷിമുഖ്യാനാം കൃത്വാ ഭഗ്നവനസ്പതീൻ അദൂഷയത് സകൃന്മൂത്രൈഹി അഗ്നീൻ വൈദാനികാൻ കലഹ. ആശ്രമാൻ ഋഷിമുഖ്യാനാം കൃത്വാ ഭഗ്നവനസ്പതീൻ അദൂഷയത് സകൃന്മൂത്രൈഹി അഗ്നീൻ വൈതാനികാൻ കലഹ. അതുപോലെ മഹർഷിമാരുടെയൊക്കെ ആശ്രമങ്ങളെയെല്ലാം എങ്ങനെയൊക്കെയാണ് നശിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. ഋഷിമുഖ്യാനാം ആശ്രമാൻ, ഋഷിശ്രേഷ്ഠന്മാരുടെ ആശ്രമങ്ങളെ ഭഗ്ന വനസ്പതിയും കൃത്വാ കലഹ വൈതാനികാൻ അഗ്നീൻ സകൃന്മൂത്രൈഹി അദൂഷയത്. ഇപ്പൊ ഭഗ്ന വനസ്പതിയും കൃത്വ, ആശ്രമങ്ങളിലൊക്കെ ധാരാളം വൃക്ഷങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. ഇന്നത്തെ പോലെയുള്ള ആശ്രമങ്ങളല്ലല്ലോ, കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രമല്ലല്ലോ ആശ്രമം. അപ്പം ആശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല പ്രകൃതിയായിട്ട് ചേർന്ന്
ധാരാളം വനങ്ങൾ തിങ്ങി നിറച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആ വനങ്ങളിലുള്ള ആശ്രമത്തിൻ്റെ ചുറ്റുമുള്ളതായിട്ടുള്ള വൃക്ഷങ്ങളെയൊക്കെ നശിപ്പിച്ചിട്ട്, അതാണ് ഭഗ്ന വനസ്പതിയും കൃത്വം, അവിടെയുള്ള വൃക്ഷങ്ങളെ മുഴുവൻ വഞ്ചിച്ച് നശിപ്പിച്ച്, കലഹ ദുഷ്ടനായിട്ടുള്ളവൻ വൈതാനികാൻ അഗ്നി, വൈതാനികങ്ങളായ അഗ്നികൾ എന്ന് പറഞ്ഞാൽ ഹോമം വിസ്തരിക്കുന്ന, വിശേഷേണ തനുതേ യജ്ഞാനി എന്നൊക്കെ അർത്ഥമാണ് വൈതാനിക ശബ്ദത്തിന്. വിശേഷമായി വിസ്തരിക്കുന്നത്, ഹോമങ്ങളെ വിസ്തരിക്കുന്ന, യാഗങ്ങളെ വിസ്തരിക്കുന്ന അഗ്നികളെ, വൈതാനികാൻ അഗ്നീൻ സകൃന്മൂത്രൈഹി അദൂഷയത്. സകൃത്ത് എന്ന് പറഞ്ഞാൽ മലം, മൂത്രം എന്നാൽ മൂത്രം തന്നെ. സകൃന്മൂത്രൈഹി എന്ന് പറഞ്ഞാലോ മലമൂത്രങ്ങളെ കൊണ്ട് അദൂഷയത് ദുഷിപ്പിച്ചു എന്നർത്ഥം. അപ്പോൾ ഇവര് ഹോമം ചെയ്യുന്ന കുണ്ടങ്ങളിലൊക്കെ ചെന്ന് മൂത്രമൊഴിക്കുക, വേറെ രണ്ടാമതും ചെയ്യുക, അല്ലേ? മലമൂത്ര വിസർജനം ചെയ്ത് അവയൊക്കെ സെപ്റ്റിക് ടാങ്കുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹോമത്തിനുള്ളതാണ് ഹോമകുണ്ടം, പക്ഷേ ഇവൻ അതിനെ ദൂഷിപ്പിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അദൂഷയത് സകലമൂത്രൈഹി അഗ്നീൻ വൈതാനികാൻ കലഹ ദുഷ്ട. ഇപ്പോൾ കല സ്വഭാവമായിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ എന്താ പറയുക, നമ്മുടെ എത്ര നല്ല കുട്ടികളാണെങ്കിലും ഇതുപോലെയുള്ള ദുഷ്ടന്മാർക്ക്, നരകാസുരനെ പോലെയുള്ള ദുഷ്ടന്മാരുടെ കൂടെ കൂടിയാൽ ഈ ദ്വിവിധന്മാരെ പോലെ ആയിത്തീരുന്നു നമ്മുടെ സമൂഹത്തിൽ, അല്ലേ? സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ സമൂഹത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനും സമൂഹത്തെ വിഭജിക്കാനും വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഈ ദ്വിവിധന്മാരാണ്. രണ്ട് തരക്കാരാണ് ദ്വിവിധം, അല്ലേ? ദ്വൈതബുദ്ധിയുള്ളവർ എന്നുവെച്ചാൽ ഒന്നിൽ ഉറപ്പില്ല അവർക്ക്. ഒന്നിലുറയ്ക്കാത്തത് എന്തുകൊണ്ട്? അവർക്ക് വ്രതനിഷ്ഠകൾ, ധർമ്മനിഷ്ഠകൾ ഒന്നും ഇല്ലാതാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ ധർമ്മനിഷ്ഠയോടുകൂടി വളർത്തിയിട്ടില്ലെങ്കിൽ, ബാല്യത്തിൽ തന്നെ നല്ല ശീലങ്ങൾ ഉറപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അവരാടിക്കൊണ്ടിരിക്കും. അപ്പോൾ എളുപ്പത്തിൽ ചായാവുന്നത് എവിടേക്കാണ്? കൊള്ളരുതായ്മകളിലേക്ക്, അധർമ്മത്തിലേക്ക് എളുപ്പത്തിൽ ചായാം. വലിയ എഫർട്ടൊന്നും വേണ്ട. നന്നാവണമെങ്കിൽ കുറച്ച് അധ്വാനിക്കണം. ഉയരണമെങ്കിൽ, എപ്പോഴും സമൂഹത്തിൽ നല്ല ക്യാരക്ടറോടുകൂടി നിലനിൽക്കണമെങ്കിൽ കുറച്ച് ത്യാഗങ്ങളൊക്കെ സഹിക്കും, കുറച്ച് വിൽ പവർ ഉണ്ടാവണം. ഈ വിൽ പവർ ഇല്ലാത്തവരാണ് ദ്വിവിധന്മാർ. വിൽ പവർ ഉണ്ടാകുന്നത് നിഷ്ഠ കൊണ്ടാണ്, വ്രതനിഷ്ഠ കൊണ്ടാണ്, ജീവിതനിഷ്ഠ കൊണ്ടാണ് ക്യാരക്ടർ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ താന്തോന്നികളായിട്ട് വളർത്തിയാൽ അവർ ദ്വിവിധന്മാരായി മാറാൻ എളുപ്പമാണ് എന്ന് പറയാം. ഇവിടേക്ക് ചായാൻ, നരകഭാഗത്തേക്ക് ചായാൻ എളുപ്പമാണ്. നരകം എന്ന വാക്കിൻ്റെ അർത്ഥം നരകം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നരന്മാർക്ക് ദുഃഖമുണ്ടാക്കുന്നത്, മനുഷ്യർക്ക് ദുഃഖമുണ്ടാക്കുന്ന കൊള്ളരുതാത്ത പ്രവൃത്തികൾ, അഹങ്കാരം എന്നൊക്കെ അർത്ഥമാണ് നരകശബ്ദത്തിന്. അപ്പോൾ ആ ഭാഗത്തേക്ക് ചാഞ്ഞ് ദ്വിവിധന്മാരായി മാറും നിഷ്ഠയില്ലാത്ത കുട്ടികൾ. ജീവിതത്തിൽ എന്താ പറയുക, നല്ല രീതിയിൽ ചിട്ടയോടുകൂടി ജീവിക്കാത്തവർ, ഡിസിപ്ലിൻ ഇല്ലാത്തവർ, അവർക്ക് വിൽ പവർ ഉണ്ടാവില്ല, എളുപ്പത്തിൽ മറ്റു ഭാഗത്തേക്ക് ചാഞ്ഞു പോകും. കുറച്ചു കാലം വളരെ ചെറുതായിരിക്കുമ്പോഴൊക്കെ നമ്മൾ പേടിപ്പിച്ചാൽ പേടി കൊണ്ടൊക്കെ നിന്നോന്ന് വരും. കുറച്ച് കഴിഞ്ഞ് അവർക്ക് നട്ടെല്ലിന് ബലം വെച്ച് കഴിഞ്ഞാൽ അവർ പേടി ഉണ്ടാവില്ല, പിന്നെ അവർ പ്രതികാരം ചെയ്യും. ഇത്രയും കാലം നമ്മൾ പേടിപ്പിച്ച് വെച്ചില്ല. അപ്പോൾ കുട്ടികളെ പേടിപ്പിക്കുകയല്ല വേണ്ടത്, കുട്ടികൾക്ക് നിത്യേന എൻഗേജ് ചെയ്യിക്കുകയാണ് വേണ്ടത്. നല്ല കാര്യങ്ങളിലേക്ക് അവരെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുക, അവർ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് എൻഗേജ് ചെയ്യാൻ സമയം കൊടുക്കാതിരിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ എന്തായാലും ദ്വിവിധന്റെ ആ പ്രവൃത്തികളാണ് ഇപ്പോൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ആശ്രമാൻ ഋഷിമുഖ്യാനാം കൃത്വ ഭഗ്ന വനസ്പതീൻ അദൂഷയത് സകൃന്മൂത്രൈഹി അഗ്നീൻ വൈതാനികാൻ ഖലഃ പുരുഷാൻ യോഷിതോ ദൃപ്തഃ
ക്ഷ്മാഭൃദ്രോണീ ഗുഹാസു സഹ നിക്ഷിപ്യ ചാപ്യധാത് ശൈലൈഃ പേശസ്കാരീവ കീടകം പുരുഷാൻ യോഷിതോ ദൃപ്തഃ ക്ഷ്മാഭൃദ്രോണീ ഗുഹാസു സഹ നിക്ഷിപ്യ ചാപ്യധാത് ശൈലൈഃ പേശസ്കാരീവ കീടകം. ദൃപ്തഃ അഹങ്കാരിയായിട്ട് ഗർവിതനായിട്ട്, പുരുഷാൻ യോഷിതഃ ക്ഷ്മാഭൃദ്രോണീ ഗുഹാസു നിക്ഷിപ്യ പേശസ്കാരി ഇവ ശൈലൈഃ സഹ അപ്യധാത്. പുരുഷാൻ യോഷിതഃ, പുരുഷന്മാരെ ആവട്ടെ സ്ത്രീകളെ ആവട്ടെ, പുരുഷൻ എന്ന് പറയുമ്പോൾ പുരുഷന്മാര്, യോഷിതഃ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ. അപ്പോൾ പുരുഷന്മാരെയും സ്ത്രീകളെയും ക്ഷ്മാഭൃദ്രോണീ ഗുഹാസു, ക്ഷ്മാഭൃത്ത് എന്ന് പറഞ്ഞാൽ ഭൂഭൃത്ത്, ആരാണ്? പർവ്വതം. ഭൂധരം, ഭൂഭൃത്ത് പർവ്വതങ്ങളാണ്. അപ്പോൾ ക്ഷ്മാഭൃത്ത്, ക്ഷ്മാ എന്നുള്ളത് ഭൂമിയുടെ പര്യായം. അതിൻ്റെ ദ്രോണികൾ എന്ന് പറഞ്ഞാൽ ഗുഹകൾ എന്നർത്ഥം. അപ്പോൾ പർവ്വതങ്ങളുടെ താഴ്വാരങ്ങൾ, ദ്രോണി എന്ന് പറഞ്ഞാൽ താഴ്വാരം, ഗുഹാസു എന്ന് പറയുമ്പോൾ ഗുഹകളിൽ, ഗുഹ വേറെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ താഴ്വാരങ്ങളിലും ഗുഹകളിലും നിക്ഷിപ്യ, അവരെ നിക്ഷേപിച്ചിട്ട്, അവരെ പുറത്തേക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ശൈലൈഃ സഹ അപ്യധാത്, ശൈലങ്ങളെ കൊണ്ട് അപിദാനം ചെയ്യുന്നു. അപിദാനം എന്ന് പറഞ്ഞാൽ കവർ ചെയ്യുക എന്നർത്ഥം, ആച്ഛാദനം ചെയ്യുക, അടച്ചു വയ്ക്കുക എന്നർത്ഥമാണ്. അതിൻ്റെ പാസ്റ്റ് ടെൻസാണ് അപ്യധാത്. നല്ലതുപോലെ അടച്ചു വയ്ക്കുക, ബന്ധിച്ചിരുത്തുക പർവ്വതങ്ങളെ കൊണ്ട്. ഏതുപോലെ? പേശസ്കാരീ ഇവ. പേശസ്കാരി എന്ന് പറഞ്ഞാൽ ഈ കീടങ്ങളെ വേട്ടാവളിയൻ അതിൻ്റെ കൂട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കില്ലേ, എന്നിട്ട് ആ കീടം ഈ ഭ്രമരത്തെ തന്നെ ധ്യാനിച്ച് പിന്നീട് ഭ്രമരമായി മാറില്ലേ, വേട്ടാവളിയനായി മാറില്ലേ. കീടകോ ഭ്രമരം ധ്യായൻ ഭ്രമരത്വായ കൽപ്പതേ എന്നുള്ള ആ ഒരു പ്രകാരം ഇവിടെ പേശസ്കാരി, ഒരു പേശസ്കാരി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഭ്രമരമാണ്, വേട്ടാവളിയനാണ്. ആ വേട്ടാവളിയൻ പുഴുവിനെ കൊണ്ടുവന്ന് ബന്ധിക്കുന്നത് പോലെ ആളുകളെ, ആണിനെയും പെണ്ണുങ്ങളെയും എല്ലാം ഗുഹകളിലും താഴ്വാരങ്ങളിലുമൊക്കെ അവരിനി രക്ഷപ്പെടാൻ പാടില്ലാത്ത രീതിയിൽ അടച്ചു വെക്കുകയാണ്, കല്ലുകൊണ്ട് പിദാനം ചെയ്യുകയാണ്. അപ്യദാതുന പുരുഷാൻ യോഷിതോ ദൃപ്തഃ ക്ഷ്മാഭൃദ്രോണീ ഗുഹാസു സഹ നിക്ഷിപ്യ ചാപ്യധാത് ശൈലൈഃ പേശസ്കാരീവ കീടകം. ആ കീടകം എന്ന് പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട്. പേശസ്കാരി കീടകം ഇവ, പേശസ്കാരി കീടകത്തെ മറച്ചു വയ്ക്കും പോലെ. ഏവം ദേശാൻ വിപ്രകുർവൻ ദൂഷയംശ്ച കുലസ്ത്രിയഃ ശ്രുത്വാ സുലളിതം ഗീതം ഗിരിം രൈവതകം യയൗ. ഏവം ദേശാൻ വിപ്രകുർവൻ ദൂഷയംശ്ച കുലസ്ത്രിയഃ ശ്രുത്വാ സുലളിതം ഗീതം ഗിരിം രൈവതകം യയൗ. ഏവം ഇപ്രകാരം ദേശാൻ വിപ്രകുർവന്, ദേശങ്ങളെ വിപരീതമാക്കി ചെയ്തുകൊണ്ട്, അതാണ് വിപ്രകുർവന്. വിശേഷേണ പ്രകുർവന് അല്ലെങ്കിൽ വിപരീതേന പ്രകുർവന്, തലകിഴായി മറിച്ചിട്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. ആ അർത്ഥത്തിൽ ദേശം മുഴുവൻ ഇളക്കി തലകിഴായി മറിച്ചിടും പോലെ മറിച്ചിട്ടുകൊണ്ട് അട്ടിമറിച്ചിട്ട് വിപ്രകുർവന് കുലസ്ത്രീയ ദൂഷയന്, കുലസ്ത്രീകളെയൊക്കെ പല രീതിയിൽ ദുഷിപ്പിക്കുക ഒക്കെ ചെയ്തുകൊണ്ട്, അവരെ അപമാനിക്കുകയും ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തുകൊണ്ട്, പീഡിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട്, സുലളിതം ഗീതം ശ്രുത്വ രൈവതകം ഗിരിം യയൗ, നല്ല രീതിയിലുള്ള സുലളിതമായിട്ടുള്ള ഗീതം ശ്രുത്വ, ഗാനം കേട്ടിട്ട്, പാട്ട് കേട്ടു, നല്ല മനോഹരമായിട്ടുള്ള പാട്ട്. എവിടുന്ന്? രൈവതകം. രൈവതകം എന്നുള്ള പർവ്വതത്തിൽ, ഗിരി, രൈവതകം ഗിരിം, രൈവതകം എന്ന പർവ്വതത്തിലേക്ക് യയൗ. അപ്പൊ അവിടെ എന്താ സംഭവിക്കണം? ബലരാമസ്വാമിയാണ് പാട്ട് പാടുന്നത്. ബലരാമസ്വാമി തന്റെ പത്നിമാരുമായിട്ട് ക്രീഡിച്ചു കൊണ്ടിരിക്കുകയാണ്.
ആ സ്ഥലത്തേക്കാണ് ബലരാമസ്വാമിയുടെ പാട്ട് കേട്ട് ബലരാമസ്വാമി ആസവമൊക്കെ സേവിച്ചിട്ട് നല്ല ആനന്ദമായിട്ട് തൻ്റെ ഭാര്യമാരുമായിട്ട് ക്രീഡിച്ചു കൊണ്ടിരിക്കുന്ന അവസരമാണ്. അപ്പോൾ പാട്ടൊക്കെ വരും അല്ലേ? പാനം അകത്ത് ചെന്നാൽ നല്ല പാട്ടൊക്കെ വരും. ആ പാട്ടും പാടിക്കൊണ്ടിരിക്കുന്നിടത്തേക്ക് ചെന്നു. രൈവതക പർവ്വതത്തിലേക്ക് ചെന്നു. തത്രാപശ്യദ്യതുപതിം രാമം പുഷ്കരമാലിനം സുദർശനീയ സർവാംഗം ലലനായൂതമധ്യഗം. തത്രാപശ്യദ്യതുപതിം രാമം പുഷ്കരമാലിനം സുദർശനീയ സർവാംഗം ലലനായൂധമധ്യഗം. തത്ര അപശ്യത് യദുപതിം രാമം. അവിടെ കണ്ടു യദുപതിയായ രാമനെ. എങ്ങനെയുള്ള രാമനെ? പുഷ്കരമാലിനം സുദർശനീയ സർവാംഗം ലലനായൂധമധ്യകം രാമം. രാമനെ വിശേഷിപ്പിക്കുന്നതാണ് സുദർശനീയ സർവാംഗം. കാണേണ്ടതാണ്. സുദർശനീയം, നന്നായി കാണേണ്ടതായിട്ടുള്ള സർവാംഗങ്ങളോടും കൂടിയ, എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള തികവുള്ള, സൗഷ്ഠവമുള്ള, ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള ശരീരമാണ് ബലരാമസ്വാമിയുടെ. അങ്ങനെയുള്ള സുന്ദരമൂർത്തിയായ ബലരാമസ്വാമിയുടെ ശരീരത്തെയും ലലനായൂതമധ്യകം. ലലനായൂത, ലലനകൾ സ്ത്രീകൾ, നല്ല യൗവനയുക്തകളായി ക്രീഡിക്കുന്നവർ എന്നർത്ഥമാണ്. അങ്ങനെയുള്ള സ്ത്രീകളുടെ യൂതം, സമൂഹം, അതിൻ്റെ മധ്യത്തിൽ ഗമിച്ചവൻ. അപ്പൊ സ്ത്രീകളുടെ കൂട്ടത്തിലിരിക്കുന്നവനും പുഷ്കരമാലിനം, നല്ല താമരപ്പൂമാല ധരിച്ചിട്ടുണ്ട്. താമരപ്പൂമാല ധരിച്ചവനുമായിട്ടുള്ള യദുപതിയായ രാമനെ ആ ദ്വിവിധൻ അവിടെ രൈവതക പർവ്വതത്തിൽ കണ്ടു. ഗായന്തം വാരുണീം പീത്വാ മതവിഹ്വലലോചനം വിഭ്രാജമാനം വപുഷ പ്രഭിന്നമിവ വാരണം. ഗായന്തം വാരുണീം പീത്വാ മതവിഹ്വലലോചനം വിഭ്രാജമാനം വപുഷാ പ്രഭിന്നമിവ വാരണം. ഭഗവാൻ ബലരാമസ്വാമി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയണ? വാരുണീം പീത്വ. വാരുണി എന്നുള്ളതായിട്ടുള്ള വൃക്ഷങ്ങളിൽ നിന്നും മറ്റുമൊക്കെ ഉണ്ടാവുന്ന മദ്യത്തെ പാനം ചെയ്തിട്ട്. മതവിഹ്വല ലോചനം, മതം കൊണ്ട്, മദ്യത്തിൻ്റെ, ഈ വാരുണിയാവുന്ന മദ്യത്തിൻ്റെ ഇതുകൊണ്ടുള്ള മതം കൊണ്ട് വിഹ്വലമായി ഇളകിക്കൊണ്ടിരിക്കുന്ന, കറങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ണോടുകൂടിയവനും, അലസങ്ങളായ കണ്ണോടുകൂടിയവനും പ്രഭിന്ന വാരണം ഇവ വപുഷാ വിഭ്രാജമാനം. പ്രഭിന്നം വാരണം ഇവ. ഇവിടെ വാരണം ആനയാണ്. പ്രഭിന്നം എന്ന് പറഞ്ഞാൽ ഇവിടെ പൊട്ടിയത്. എന്ത് പൊട്ടിയത്? മതം പൊട്ടിയത്. മതം പൊട്ടിയതായിട്ടുള്ള ആനയെ പോലെ വപുഷാ വിഭ്രാജമാനം, ശരീരം കൊണ്ട് ശോഭിക്കുന്ന ഒരു മതയാനയെ പോലെയാണ് ഇവിടെ ബലരാമസ്വാമിയെ കാണുന്നത്. അത്രയും അനന്തനല്ലേ ഭഗവാൻ. അപ്പോൾ ഒരു മതയാനയെ പോലെ കാഴ്ച കൊടുക്കുന്നവനും ശോഭിക്കുന്നവനുമായി ഗായന്തം, ഗാനം ചെയ്യുന്നവനുമായിട്ടുള്ള ആ ബലരാമസ്വാമിയെ കണ്ടു. അപ്പോൾ എന്തു ചെയ്യുന്നു ഈ ദുഷ്ടൻ? ദുഷ്ടശാഖാമൃഗ ശാഖാമാരൂഢ കമ്പയൻ ദ്രുമാൻ ചക്രേ കില കിലാ ശബ്ദം ആത്മാനം സംപ്രദർശയൻ. ദുഷ്ടശാഖാമൃഗ ശാഖാമാരൂഢ കമ്പയൻ ദ്രുമാൻ ചക്രേ കില കിലാ ശബ്ദം ആത്മാനം സംപ്രദർശയൻ. ദുഷ്ട ശാഖാമൃഗ. ശാഖാമൃഗം എന്നുള്ളത് വാനരന്മാരുടെ പര്യായമാണ്. വൃക്ഷങ്ങൾ തോറും ചാടി നടക്കുന്നവൻ ശാഖാമൃഗം. ശാഖകൾ തോറും മാർഗണം ചെയ്യുന്നവൻ, അലഞ്ഞു തിരിയുന്നവൻ, തെരഞ്ഞു നടക്കുന്നവൻ, തൻ്റെ ഇരയെയും അല്ലെ തൻ്റെ ഭക്ഷണത്തെയും ഇണയെയും ഒക്കെ മരക്കൊമ്പിലൂടെ ചാടി നടന്ന് തിരയുന്നവൻ. അപ്പോൾ ആ ശാഖാമൃഗം അഥവാ കുരങ്ങൻ, ദുഷ്ടൻ, ശാഖാം ആരൂഢ, അവൻ്റെ സ്വഭാവത്തിനനുസരിച്ച് വലിയൊരു മരക്കൊമ്പിൽ കയറിയിട്ട് ദ്രുമാൻ കമ്പയൻ, വൃക്ഷങ്ങളെ ഇളക്കുന്നവനായി കുലുക്കുന്നവനായിട്ട് ആത്മാനം സംപ്രദർശയൻ കിലകിലാ ശബ്ദം ചക്രേ. ആത്മാനം സംപ്രദർശയൻ, തന്നെ പ്രകടിപ്പിച്ചുകൊണ്ട്, സമ്യക്കായി പ്രദർശയൻ, നിങ്ങൾ എന്നെ കാണൂ എന്ന് തന്നിലേക്ക് അവിടെ ഇരിക്കുന്ന ആളുകളുടെയും ബലരാമസ്വാമിയുടെയും ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് ചില ബഹളങ്ങൾ ഉണ്ടാകും. അതാണ് കിലകിലാ ശബ്ദം.
കുരങ്ങന്മാരുടെ ശബ്ദമാണ് കിലകില എന്നുള്ള ശബ്ദം. അതിനെ ചക്രേ ചെയ്തു. അപ്പോൾ ഞാനിവിടെ ഉണ്ട്, എന്നെ ശ്രദ്ധിക്കൂ എന്ന മട്ടിൽ ബലരാമസ്വാമിയെ പ്രകോപിപ്പിക്കുകയാണ്. അദ്ദേഹം എന്താ പറയുക, പാട്ടുപാടി രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ ശ്രദ്ധിക്കാനായിട്ട് വിളിക്കുകയാണ് ഈ വാനരൻ. തസ്യ ധാർഷ്ട്യം കപേർവീക്ഷ്യ തരുണ്യോ ജാതി ചാപലാഹ ഹാസ്യപ്രിയാ വിജഹസുഃ ബലദേവ പരിഗ്രഹാഃ. തസ്യ ധാർഷ്ട്യം കപേർവീക്ഷ്യ തരുണ്യോ ജാതി ചാപലാഹ ഹാസ്യപ്രിയാ വിജഹസുഃ ബലദേവ പരിഗ്രഹാഃ. ആ കപേഹേ തസ്യ ധാർഷ്ട്യം വീക്ഷ്യ, കുരങ്ങനായ അവന്റെ ധാർഷ്ട്യത്തെ, അവന്റെ വല്ലാത്ത അഹങ്കാരത്തെ, ഗർവത്തെ, അടക്കമില്ലായ്മയാണ് ധാർഷ്ട്യം. ദർശിക്കാൻ കഴിയാത്തവൻ, ദർശിക്കുക എന്ന് പറഞ്ഞാൽ അടക്കുകയാണ്, അടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ധാർഷ്ട്യം. അടക്കമില്ലായ്മ, അച്ചടക്കമില്ലായ്മ, ബഹളം വയ്ക്കുക, ഇതിനെയൊക്കെ വീക്ഷ്യ കണ്ടിട്ട് ജാതി ചാപലാഹ ഹാസ്യപ്രിയാഹ ബലദേവ പരിഗ്രഹാഃ തരുണ്യഃ വിജഹസുഃ. തരുണ്യഃ വിജഹസുഃ, തരുണികൾ വിശേഷേണ ഹസിച്ചു. ഏകവചനം ജഹാസ, ബഹുവചനമായതുകൊണ്ട് ജഹസുഃ. വിശേഷേണ ജഹസുഃ, നന്നായി ചിരിച്ചു, പൊട്ടി ചിരിച്ചു ഇവന്റെ വേഷങ്ങള്, ഇവന്റെ കോപ്രായങ്ങളൊക്കെ കണ്ടിട്ട്. എന്താ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത്? ജാതി ചാപലാഹ, അല്ലേ? സ്വഭാവേന തന്നെ ചാപല്യമുള്ളവർ, എന്ത് കണ്ടാലും പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ് ചാപല്യമുള്ളവർ. ഗംഭീരന്മാരായിട്ടുള്ള ആളുകള് നിസ്സാരമായി കണ്ട് ഒന്നിനും പ്രതികരിക്കാൻ നിൽക്കില്ല. തീരെ ദുർബലരായിട്ടുള്ള ആളുകളാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലുതായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആർക്കാണോ ബലഹീനതയുള്ളത് അവർക്കാണ് ചാപല്യം കൂടുക, ആർക്കാണോ ബലം കൂടുതലുള്ളത് അവരിത്തിരി ധൈര്യത്തോടെ, ഗർവത്തോടെ അല്ലെങ്കിൽ ഗംഭീരഭാവത്തിൽ ഇരിക്കും. അപ്പോൾ അത് പുരുഷന്മാർക്ക് കുറച്ച് കോൺഫിഡൻസ് കൂടും, ശക്തി കൂടും. അതുകൊണ്ട് തന്നെ അവർ പലതും മൈൻഡ് ചെയ്യില്ല. സ്ത്രീകളാവുമ്പോൾ എല്ലാം സീരിയസ് ആക്കും, ചെറിയ ചെറിയ ഇഷ്യൂസിനെയൊക്കെ വലിയതാക്കി മാറ്റും. അതുകൊണ്ടാണ് അവരെ ജാതി ചാപലാഹ എന്ന് പറയുന്നത്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, അല്ലേ? ഉണ്ടോ? ഉണ്ടാവാതിരിക്കട്ടെ, സത്യം തിരിച്ചറിയട്ടെ. ഭൂരിപക്ഷം എക്സംഷൻസ് രണ്ടു കൂട്ടത്തിലും ഉണ്ട്. പുരുഷന്മാരിൽ ചാപലന്മാരുണ്ട്, സ്ത്രീകളിൽ ധീരകളുണ്ട്. ഇളകാതിരിക്കുന്ന നല്ല സ്ഥിതപ്രജ്ഞകളായിട്ടുള്ളവർ സ്ത്രീകളുടെ ഇടയിലും ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി മെജോറിറ്റി. അപ്പൊ ജാതി ചാപലാഹ ഹാസ്യപ്രിയാഹ, ഹാസ്യം എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, അല്ലേ? എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ കണ്ടാൽ പുരുഷന്മാർ ബലം പിടിച്ചിരിക്കും. ഓ, ഇതൊക്കെ എത്ര കണ്ടതാ എന്നുള്ള മട്ടില്ല. സ്ത്രീകൾ അങ്ങനെയല്ല, തുറന്ന് ചിരിക്കും. അപ്പൊ ഹാസ്യപ്രിയാഹ ബലദേവ പരിഗ്രഹാഹ, ബലദേവന്റെ പരിഗ്രഹങ്ങൾ, ഭാര്യമാർ എന്നർത്ഥം. അദ്ദേഹത്തിന്റെ ഭാര്യമാരായ തരുണികൾ വിജഹസുഹു, വിശേഷേണ ഹസിച്ചു, പൊട്ടിച്ചിരിച്ചു എന്നർത്ഥം. താഹേളയാമാസ കപിഃ ഭ്രൂക്ഷേപൈ സമ്മുഖാദിഭിഃ ദർശയൻ സ്വഗുദം താസാം രാമസ്യ ച നിരീക്ഷതഃ. താഹേളയാമാസ കപിഃ ഭ്രൂക്ഷേപൈഃ സമ്മുഖാദിഭിഃ ദർശയൻ സ്വഗുദം താസാം രാമസ്യ ച നിരീക്ഷതഃ. അപ്പോൾ ഏറ്റവും വൃത്തികേട് കാണിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. സ്ത്രീകള് ഇങ്ങനെ ചിരിച്ചപ്പോൾ നിരീക്ഷതഃ രാമസ്യ, രാമൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കെ, രാമൻ നോക്കിക്കൊണ്ടിരിക്കെ, താസാം സ്വഗുദം ദർശയന്, താസാം സ്ത്രീണാം, ആ സ്ത്രീകൾക്ക് സ്വഗുദത്തെ ദർശിപ്പിച്ചുകൊണ്ട് എന്നർത്ഥം. സ്വഗുദം തൻ്റെ പിന്നാമ്പറം, അല്ലേ? തൻ്റെ പടിഞ്ഞാറ് ഭാഗം കാണിപ്പിച്ചുകൊണ്ട് ദർശയന് സമ്മുഖാദിഭിഃ ഭ്രൂക്ഷേപൈഃ കപിഃ താഹ ഹേളയാമാസ. അപ്പോൾ സമ്മുഖാദിഭി അവരുടെ നേരിട്ട് അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട്, ഭ്രൂക്ഷേപങ്ങളെ കൊണ്ട്,
പുരികക്കൊടിയുടെ ചലനങ്ങൾ കൊണ്ടും മറ്റുമൊക്കെ ആയിട്ട് അവരെ കളിയാക്കിക്കൊണ്ട് താഹ ഹേളയാമാസ. ഹേളയാമാസ അവരെ കളിയാക്കി എന്നുള്ള അർത്ഥമാണ്. ഹേളി എന്നുള്ളത് കേളി തന്നെയാണ്. അപ്പോൾ ആ കബിഹി കൊരങ്ങന്റെ സ്വഭാവം കാണിക്കുകയാണ്, ചാബല്യം കാണിക്കുകയാണ്. ആ സ്ത്രീകളെ പിന്നാമ്പരം കാണിക്കുക, പിന്നെ മുഖം നോക്കിയിട്ട് കോപ്രായങ്ങൾ കാണിക്കുക, പുരികക്കൊടികളൊക്കെ വളച്ച് കാണിക്കുക, ചിറി കോട്ടി കാണിക്കുക, ഇതൊക്കെ കാണിക്കുക അല്ലേ, കൊഞ്ഞനം കാണിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ. അതുപോലെയുള്ള പല വേഷങ്ങളും കാണിക്കുകയാണ്. അതാണ് തം ഗ്രാവണ പ്രാഹരത്ക്രുദ്ധോ ബലഃ പ്രഹരതാം വരഃ സവഞ്ചയിത്വാ ഗ്രാവാണം മദിരാകലശം കബിഃ ഗൃഹീത്വാ ഹേളയാമാസ ദൂർത്തസ്തം കോപയൻ ഹസൻ നിർഭിദ്യ കലശം ദുഷ്ടോ വാസാംസ്യാസ്ഫാലയദ്ബലം തം ഗ്രാവണ പ്രാഹരത്ക്രുദ്ധോ ബലഃ പ്രഹരതാം വരഃ സവഞ്ചയിത്വാ ഗ്രാവാണം മദിരാകലശം കബിഃ ഗൃഹീത്വാ ഹേളയാമാസ ദൂർത്തസ്തം കോപയൻ ഹസൻ നിർഭിദ്യ കലശം ദുഷ്ടോ വാസാംസ്യാസ്ഫാലയദ്ബലം പ്രഹരതാം വരഃ ബലഃ ക്രുദ്ധഃ തം ഗ്രാവണ പ്രാഹരത്. ഗ്രാവണ എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ട്. ബലരാമസ്വാമി ഇവനെ കല്ലുകൊണ്ട് പ്രഹരിച്ചു. എന്തുകൊണ്ട്? ക്രുദ്ധനായതുകൊണ്ട്. ഇവന്റെ ഈ കോപ്രായം, ഇവന്റെ പിന്നാമ്പറം കാണിക്കലും ഒക്കെ കണ്ട്, അതും സ്ത്രീകളുടെ മുമ്പിൽ വൃത്തികേട് കാണിക്കുന്നത് കണ്ട് പ്രഹരതാം വരഃ ബലഃ, മറ്റുള്ളവരെ പ്രഹരിക്കുന്നതിൽ ശ്രേഷ്ഠനായിട്ടുള്ള, ശിക്ഷിക്കുന്നതിൽ ശക്തനായിട്ടുള്ള ആ ബലരാമസ്വാമി ക്രുദ്ധനായിട്ട്, ക്രുദ്ധഃ തം ഗ്രാവണ പ്രാഹരത്, അവനെ ഗ്രാവം കൊണ്ട് അഥവാ കല്ലുകൊണ്ട് പ്രഹരിച്ചു. സഹ കബിഃ ഗ്രാവാണം വഞ്ചയിത്വാ മദിരാകലശം ഗൃഹീത്വ ഹേളയാമാസ. അപ്പൊ എറിഞ്ഞപ്പോഴോ സഹ കബിഃ, ആ കൊരങ്ങൻ, ഗ്രാവാണം വഞ്ചയിത്വ, കല്ലിനെ വഞ്ചിച്ചിട്ട്, വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറിയിട്ട് എന്നർത്ഥം. അപ്പൊ എറിഞ്ഞ കല്ലിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് അതിനെ വഞ്ചിച്ചിട്ട് മദിരാകലശം ഗൃഹീത്വ, ബലരാമസ്വാമി കലശത്തിൽ മദിരപാനം ചെയ്തുകൊണ്ടിരുന്നു. ആ മദിരാകലശത്തെ ഓടിച്ചെന്ന് പിടിച്ചെടുത്തു. എന്നിട്ട് ഹേളയാമാസ, കളിയാക്കി. തൻ്റെ കയ്യിലാണ് ഇപ്പോൾ മദിരാകലശം എന്ന് കാണിച്ചുകൊണ്ട് ബലരാമസ്വാമിയെ വിളിച്ചു കാണിച്ച് പരിഹസിച്ചു എന്നർത്ഥം. ഹേളയാമാസ ദൂർത്തഃ തം കോപയന് ഹസന് കലശം നിർഭിദ്യ ദുഷ്ടഃ ബലം വാസാംസി ആസ്ഫാലയത്. അപ്പോ പിന്നെ എന്തൊക്കെ ചെയ്തു? ദൂർത്തഃ, ദൂർത്തനായിട്ടുള്ള ആ തോന്നിയവാസി, തം കോപയൻ, ബലരാമനെ കോപിപ്പിച്ചുകൊണ്ട്, ഹസൻ, ചിരിച്ചുകൊണ്ട് അവനെ പരിഹസിക്കുന്നവനായിട്ട്, ബലരാമനെ പരിഹസിക്കുന്നവനായിട്ട്, കലശം നിർഭിദ്യ, ബലരാമസ്വാമിയുടെ മധുരാകലശത്തെ എറിഞ്ഞുടച്ചു. ആഹാ, ഇനി മേലത് കുടിക്കേണ്ട നീ എന്ന മട്ടില് നീ ആനന്ദിച്ചത് മതി, നീ സുഖിച്ചത് മതി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ മധുരാകലശത്തെ പൊട്ടിച്ചു കളഞ്ഞു. കലശം നിർഭിദ്യ ദുഷ്ടഃ, ആ ദുഷ്ടനായിട്ടുള്ളവൻ ബലം വാസാംസി ആസ്ഫാലയത്, ബലനെ വസ്ത്രങ്ങളെ ആസ്ഫാലനം ചെയ്തു. ആസ്ഫാലനം ചെയ്യുന്നത് പിടിച്ചു പറിക്കുക. അപ്പോൾ വസ്ത്രങ്ങളെയൊക്കെ, ഉടുത്ത വസ്ത്രത്തെയൊക്കെ പിടിച്ചു വലിച്ചു, വസ്ത്രാക്ഷേപം ചെയ്തു. അങ്ങനെ ബലരാമസ്വാമിയുടെ ഉടുതുണിയിലൊക്കെ പിടിച്ചു വലിച്ച് അപമാനിക്കാനായിട്ട് തുടങ്ങി. അത്രയും ധൈര്യം ബലരാമസ്വാമിയുടെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാം. സാധാരണ കുരങ്ങന്മാർക്ക് ഈ ചാവല്യമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇന്ന് എന്തും അവർ തട്ടിപ്പറിച്ചെടുക്കും. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ശരി, കുരങ്ങന്മാർ വിചാരിച്ചാൽ നമ്മുടെ ഇന്ന് തട്ടിപ്പറിച്ചെടുക്കാനുള്ളത് എടുത്തിരിക്കും അല്ലേ. സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വൃന്ദാവനത്തിലൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി. വൃന്ദാവനത്തിൽ എന്തൊക്കെയാ തട്ടിപ്പറിക്കുക എന്ന് കയ്യില്ല. മൊബൈൽ ഫോണൊക്കെ തട്ടിപ്പറിക്കും. ഇപ്പോൾ നമ്മുടെ കണ്ണട വളരെ ഇഷ്ടമാണ് അതിന്, അവിടെയുള്ള കുരങ്ങന്മാർക്ക്. ആര് കണ്ണടയിട്ടോ പോയി ഉറപ്പാണ്. അതുകൊണ്ട് വൃന്ദാവനത്തിൽ പോകുന്നവരൊക്കെ കണ്ണട അഴിച്ച് ബാഗിലിടുക എപ്പോഴും. വൃന്ദാവനത്തിൽ നിന്ന് കുരങ്ങന്മാരില്ലാത്ത ഏരിയയിൽ വന്നതിന് ശേഷമേ കണ്ണട ഇടാൻ പാടുള്ളൂ. അത് കണ്ണട പറിച്ചുകൊണ്ട് പോകും. ഏത് വഴിക്കാ വരിക എന്ന് പറയാൻ പറ്റില്ല. പുറകിലൂടെ വന്ന് നമ്മുടെ തലയിൽ കയറും. മുതുകത്തൂടെ ചവിട്ടിയിട്ട് തലയിൽ കയറി കണ്ണടയിലെ ഒറ്റ തട്ട് പറിച്ചെടുത്തിട്ട് നല്ല ഉയരമുള്ള കെട്ടിടത്തിൻ്റെ മുകളിലോ മരത്തിൻ്റെ മുകളിലോ ഇരിക്കും. എന്നിട്ട് നമ്മളെ നോക്കി പല്ലടിക്കും.
എത്ര സൂക്ഷിച്ചാലും ശരി നമ്മുടെ കയ്യിൽ തിന്നാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടു, അത് പറിച്ചുകൊണ്ട് പോയിരിക്കും. എപ്പോൾ പോയി എന്ന് ചോദിച്ചാൽ മതി, കൂട്ടത്തോടെ വരും. തിന്നാനുള്ളതൊക്കെ ആണെങ്കിൽ കൂട്ടത്തോടെ വരും. കണ്ണടയാണെങ്കിൽ നേതാക്കന്മാർ വന്ന് തട്ടിക്കൊണ്ട് പോകും. ആ കണ്ണട എന്തിനാ വെച്ചാൽ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് തരൂ, എന്നാൽ ഞാൻ കണ്ണട തരാമെന്നുള്ള മട്ടിൽ പോയി മരക്കൊമ്പത്തിരിക്കും. അപ്പോൾ അവിടെയുള്ള കുറേ ആൾക്കാർക്ക്, തദ്ദേശവാസികൾക്ക് ഇതിൻ്റെ വിദ്യയൊക്കെ അറിയാം. അവർ ഈ കുരങ്ങനെ എന്തെങ്കിലും തിന്നാനുള്ളത് എറിഞ്ഞു കൊടുക്കും. അപ്പോൾ അത് കണ്ണട അവിടെ ഇടും. എൻ്റെ പോയിട്ടുള്ള കണ്ണട. എന്നിട്ട് അവർ ആ കണ്ണട എടുത്തിട്ട് നമ്മളോട് വില പേശും. 300 റുപ്യ വേണം, 500 റുപ്യ വേണം, എന്നാൽ കണ്ണട തരാമെന്ന് പറയും. അവസാനം 50 രൂപയെങ്കിലും കൊടുത്താലേ അവർ തരുള്ളൂ. അപ്പോൾ ഇവർക്ക് സഹായം ചെയ്യുന്ന അല്ലേ, ഈ അവിടെയുള്ള ആളുകൾക്ക് കാശുണ്ടാക്കാൻ സഹായിക്കുന്നവരും കൂടിയാണ് ഈ കുരങ്ങന്മാർ. ഇനിയിപ്പോൾ അതിനുവേണ്ടി ട്രെയിൻ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും കുരങ്ങന്മാർ വളരെ സാമർഥ്യമുള്ളവരാണ് തട്ടിപ്പറിക്കാൻ. അപ്പോൾ ഇവിടെ ഭഗവാന്റെ ബലരാമസ്വാമിയുടെ വസ്ത്രങ്ങളെ അടക്കം ഉടുതുണിയെ പിടിച്ച് വലിക്കാനൊക്കെ തുടങ്ങി. വാസാംസി ആസ്ഫാലയത്, ഉടുത്ത വസ്ത്രങ്ങൾ അപഹരിച്ചു കൊണ്ടുപോയി. ബാക്കി നമുക്ക് നാളെ കണ്ടാൽ മതിയോ? ഇത്ര ശ്ലോകങ്ങളാണ്, 28 ഉണ്ട്, പകുതിയായി. 15. ബാക്കി നാളെ കാണാം. നാളെ രാവിലെ നോക്കാം ബലരാമസ്വാമി എങ്ങനെയാണ് ഈ ദ്വിവിധനെ വധിക്കുന്നത് എന്നുള്ള, ബലരാമസ്വാമിയും ദ്വിവിധനും തമ്മിലുള്ള യുദ്ധം. വൃന്ദാവനം പോകുന്നവരൊക്കെ ഓർമ്മ വെച്ചോളൂ പറയും. അവിടെ ചെന്നാൽ അവരൊക്കെ പറഞ്ഞു തരും. എന്നാലും നേരത്തെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സമർപ്പിക്കുന്നു. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ക്ലാസ് നാളെ ഉള്ളൂ. നാളെ രാവിലെ നോക്കാം. ഹരി ഓം.